നമസ്കാരം, സ്കോർ അക്കാഡമിയിലേക്ക് സ്വാഗതം. നിങ്ങൾ എല്ലാവരും ഗ്രൂപ്പ് ഡി അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. കുറെ കുട്ടികൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടാവും. നിങ്ങൾ അപ്ഡേറ്റ് വീഡിയോസ് എല്ലാം കണ്ട് കറക്റ്റായിട്ടും വ്യക്തമായിട്ടും മനസ്സിലാക്കിയതിനു ശേഷം മാത്രം അപ്ലൈ ചെയ്യുക. ആ തീരുമാനം കുറച്ച് നിർണായകമാണ് RRB ഗ്രൂപ്പ് ഡിയെ സംബന്ധിച്ചിടത്തോളം. ഓക്കെ, അപ്ലൈ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് തീരെ ടൈമില്ല, നമ്മൾ പഠിച്ചു തുടങ്ങുക എന്നുള്ളതാണ് നമ്മുടെ അടുത്ത ഏറ്റവും മേജർ ആയിട്ടുള്ള കാര്യം. അപ്ലൈ ചെയ്യാന്നുള്ള കുറച്ചും കൂടെ ക്ലറിക്കൽ ആയിട്ടുള്ള വർക്കാണ്. അല്ലെങ്കിൽ നമുക്ക് ഒരു ലാപ്ടോപ്പ് ഉണ്ടെങ്കിൽ പെട്ടെന്ന് അപ്ലൈ ചെയ്യാം. പക്ഷെ ഇത് പഠിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കടമ്പ. സോ ആ കടമ്പയിലേക്ക് കയറാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ക്ലാസ്സുകൾ കണ്ടു നോക്കാം. അതിന് വേണ്ടിയിട്ട് ആദ്യമായിട്ട് നമുക്ക് ജോഗ്രഫിയുടെ ഒരു ക്ലാസ് കണ്ടു നോക്കാം. ജോഗ്രഫിയിൽ തന്നെ ഏറ്റവും എളുപ്പവും എന്നാൽ ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കുന്നതും. ഓക്കെ, ഏറ്റവും എളുപ്പമാണ് എന്നാൽ ഈ ഭാഗത്ത് നിന്ന് ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കുന്ന ഒരു ഏരിയയാണ് ഇന്ത്യൻ ജോഗ്രഫിയുടെ തുടക്കം. അതായത് ഇന്ത്യൻ ജോഗ്രഫിയുടെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ. ഇന്ത്യൻ ജോഗ്രഫി, ഇന്ത്യൻ എങ്ങനെ ലൊക്കേറ്റ് ചെയ്യാം, ഇന്ത്യ വേൾഡിൽ എവിടെയാണ്, ഇന്ത്യൻ വേൾഡിലെ സ്ഥാനം എന്താണ്, ഇന്ത്യയുടെ മാപ്പ് എങ്ങനെ ഇരിക്കുന്നത്, സംസ്ഥാനങ്ങൾ എത്ര ഉണ്ട്, അതുപോലെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ. ഓക്കെ, എല്ലാ പുസ്തകത്തിലും ഫസ്റ്റ് ചാപ്റ്റർ ഇതായിരിക്കും, എല്ലാ ക്ലാസ്സുകളുടെയും ആദ്യത്തെ ക്ലാസ് ഇതായിരിക്കും. ഇന്ത്യൻ ജോഗ്രഫിയെ സംബന്ധിച്ചിടത്തോളം ഇതെല്ലാം നമുക്ക് വേൾഡ് ജോഗ്രഫിയുടെ കുറെ കാര്യങ്ങളുണ്ട്. ഓക്കെ, അല്ലെങ്കിൽ ഇന്ത്യൻ ജോഗ്രഫി പഠിക്കുന്നതിന് മുന്നേ നമ്മൾ കുറച്ച് ഫണ്ടമെന്റൽ ക്ലാസ്സുകൾ തരാറുണ്ട്. പക്ഷെ നമ്മൾ നേരെ ഇവിടെ ഇന്ത്യൻ ജോഗ്രഫിയെ പറ്റിയിട്ടാണ് പഠിക്കാൻ പോകുന്നത്. ഇന്ത്യയുടെ വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ, ഇന്ത്യന്റെ മാപ്പ്, ഇന്ത്യൻ എങ്ങനെ ലൊക്കേറ്റ് ചെയ്യാം, അങ്ങനെ കുറെ കാര്യങ്ങൾ ഇന്നോട് ഡിസ്കസ് ചെയ്യും. ഓക്കെ, നിങ്ങൾ അവസാനം വരെ കേട്ടിരിക്കുക. നമുക്ക് കുറെ ഇമേജുകൾ വെച്ച്, കുറെ കോഡുകൾ വെച്ച് നമ്മൾ ഇതുവരെ ബുദ്ധിമുട്ടാണെന്ന് വിചാരിച്ചിരുന്ന കുറെ കാര്യങ്ങൾ ക്രാക്ക് ചെയ്യാം. ഈ ഒരു ക്ലാസ് കഴിയുമ്പോൾ കുറെ ചോദ്യങ്ങളുടെ ഉത്തരം നിങ്ങളുടെ നാവിന്റെ തുമ്പത്തുണ്ടാവും. കാരണം എന്താ, കുറെ കോഡുകൾ നമ്മളോട് കൊണ്ടുവരാൻ നോക്കും. ആ കോഡുകളോട് കൂടിയായിരിക്കും നിങ്ങൾ പഠിക്കുക. അപ്പൊ നിങ്ങളുടെ മനസ്സിലേക്ക് ഈ ഉത്തരങ്ങൾ ഇരിക്കാനുള്ള സാധ്യത കൂടും. നിങ്ങൾക്ക് അറിയാം, ജനറൽ അവയർനെസ് ഒരു തിയറി സബ്ജക്റ്റ് ആണ്, അല്ലെ? ബൈ ഹാർട്ട് പഠിക്കുക എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്, കൺസെപ്റ്റ് മനസ്സിലാക്കി പഠിക്കുക എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. ഇത് രണ്ടും ചേർത്തുകൊണ്ട് കൺസെപ്റ്റ് മനസ്സിലാക്കുക, ഫാക്റ്റുകൾ കാണാതെ പഠിക്കുക. എങ്ങനെ? കോഡ് ഉപയോഗിച്ച്, ന്യൂമോണിക്സ് ഉപയോഗിച്ച്, കൺസെപ്റ്റിന്റെ ഒരു അടിത്തറ വെച്ചുകൊണ്ട്. അത് നമ്മൾ ചെയ്യാൻ പോകുന്നത്. നമുക്ക് നേരെ ടോപ്പിക് കിടക്കാം. നമ്മൾ നോക്കാൻ പോകുന്നത് ഇന്ത്യൻ ജോഗ്രഫിയിലെ ബേസിക് ആയിട്ടുള്ള ടോപ്പിക്സ് ആണ്. ഓക്കെ, സോ നമ്മൾ ഇന്ത്യൻ ജോഗ്രഫിയിൽ RRB ഗ്രൂപ്പ് ഡിക്ക് ആയിക്കോട്ടെ, RRB NTPC ആയിക്കോട്ടെ, പൊതുവേ ചോദിച്ചു വരുന്ന റെയിൽവേ പരീക്ഷയ്ക്ക് പൊതുവേ ചോദിച്ചു വരുന്ന ചോദ്യങ്ങൾ കുറച്ചൊന്ന് കണ്ടു നോക്കാം. എന്നാലല്ലേ ഏത് രീതിയിൽ വേണം ഞാൻ പഠിക്കാൻ എന്ന് മനസ്സിലാക്കണ്ടേ. ഒരു വിഷയം, ഒരു ടോപ്പിക്, ഒരു സബ്ജക്ട് ഏതുമായിക്കോട്ടെ, അത് ഏത് സബ്ജക്റ്റ് ആയാലും അതിന്റെ ശരിക്കും സിലബസ് നമുക്ക് എവിടെ നിന്ന് കിട്ടുക? പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിനെ മനസ്സിലാക്കുക. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിനെ മനസ്സിലാക്കുന്നതിലൂടെ എന്താണ് പഠിക്കേണ്ടത്, ഒരു ടോപ്പിക്കിനെ എത്ര ആഴത്തിൽ പഠിക്കണം, എങ്ങനെ പഠിക്കണം എന്ന് മനസ്സിലാവും. നമുക്ക് ആദ്യം എന്തെല്ലാമാണ് ഈ ടോപ്പിക്കിൽ നിന്ന് പൊതുവേ ചോദിക്കാറുള്ളത് നോക്കാം. ഞാൻ പൊതുവേ ചോദിക്കാറുള്ള എല്ലാ ക്വസ്റ്റ്യൻസും കമ്പയർ ചെയ്തിട്ടുണ്ട് ഇവിടെ. ഇനിയും ഒരുപാട് ചോദ്യങ്ങളുണ്ട്, നമുക്ക് പിന്നെ കാണാം. തൽക്കാലം മേജർ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ഞാൻ ഇവിടെ കാണിച്ചു തരാം. ഒന്നാമത്തെ കാര്യം, ഇന്ത്യ ഈസ് കംപ്ലീറ്റ്ലി ലൊക്കേറ്റഡ് ഇൻ വിച്ച് പാർട്ട് ഓഫ് ദ എർത്ത്. എർത്തില് ഇന്ത്യയുടെ ലൊക്കേഷൻ എവിടെയാണ്? നോർത്തിലാണോ, ഈസ്റ്റിലാണോ, സൗത്തിലാണോ? അതാണ് ഉദ്ദേശം. സോ ഇന്ത്യയുടെ ലൊക്കേഷൻ അറിഞ്ഞിരുന്നാലേ ഈ ചോദ്യം ചെയ്യാൻ പറ്റുള്ളൂ, അല്ലെ? അടുത്തത്, ഡാഷ് ഡിവൈഡ്സ് ഇന്ത്യൻ ലാൻഡ് ഇൻടു മോസ്റ്റ് ഇൻടു ടു പാർട്സ്. രണ്ട് പാർട്ടായിട്ട് ഇന്ത്യനെ മുറിക്കുന്നത് ഇതിൽ ഏത് രേഖയാണ്? കുറെ രേഖകളുടെ പേര് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, കുറെ ലൈൻസിന്റെ പേര് കൊടുത്തിട്ടുണ്ട്. ഇതിൽ ഏതാണ് ഇന്ത്യ എന്ന് പറയുന്ന ഒരു രാജ്യത്തിനെ രണ്ടായിട്ട് മുറിക്കുന്നത്? ഇതിൽ ഏതാണെന്നാണ് ചോദ്യം. നോക്കാം. സോ അതറിഞ്ഞാൽ ഇന്ത്യയിൽ കൂടെ പോകുന്ന രേഖകൾ അറിഞ്ഞിരിക്കണ്ടേ? അപ്പോ അറിഞ്ഞിരിക്കണം. അടുത്തത്, വാട്ട് ഇസ് ദ അപ്രോക്സിമേറ്റ് ടോട്ടൽ ലെങ്ത് ഓഫ് കോസ്റ്റ് ലൈൻ ഓഫ് ഇന്ത്യ ഇൻക്ലൂഡിംഗ് കോസ്റ്റ് ലൈൻ ഓഫ് ലക്ഷദ്വീപ് ആൻഡ് ആൻഡമാൻ. ലക്ഷദ്വീപിന്റെ ഐലൻഡ്സിനെയും ദ്വീപ സമുച്ചയത്തിനെയും അതുപോലെ ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളെയും കൂട്ടിക്കഴിഞ്ഞാൽ ഇന്ത്യയിൽ മൊത്തം കോസ്റ്റ് ലൈൻ എത്രയുണ്ട്? ഇന്ത്യയുടെ കോസ്റ്റ് ലൈൻ എത്രയുണ്ട്? ഇന്ത്യയുടെ തീരപ്രദേശം എത്ര ഉണ്ട്, എത്ര കിലോമീറ്റർ ഉണ്ട് എന്നാണ് ചോദ്യം. സോ അതും അറിഞ്ഞിരിക്കണം, അല്ലെ? അതും അറിഞ്ഞിരിക്കണം. അടുത്തത്, ലാർജസ്റ്റ് ഇന്റർനാഷണൽ ബോർഡർ ഓഫ് ഇന്ത്യ. ഇന്ത്യ ഏത് രാജ്യവുമായിട്ടാണ് ഏറ്റവും കൂടുതൽ അതിർത്തി പങ്കിടുന്നത്? സോ അതിർത്തിയെ പറ്റി അറിഞ്ഞിരിക്കണം, ഓരോ രാജ്യങ്ങളെ പറ്റി അറിഞ്ഞിരിക്കണം. ഇതൊക്കെ ഒരു കോഡ് ഉപയോഗിച്ച് പഠിക്കാൻ പറ്റും, നമുക്ക് നോക്കാം. അടുത്തത്, ദ സദേൺ മോസ്റ്റ് ടിപ്പ് ഓഫ് ഇന്ത്യൻ പെനിൻസുല. ഇന്ത്യൻ പെനിൻസുല ഉണ്ടെങ്കിൽ അതിന്റെ സദേൺ മോസ്റ്റ് ഇവിടെ വന്നു, ഗുജറാത്ത് വന്നു, താഴെ വന്നു, ഇവിടെ സിക്കിം, നോർത്ത് ഈസ്റ്റ് രാജ്യങ്ങൾ വരുന്നു, സംസ്ഥാനങ്ങൾ വരുന്നു, ഇന്ത്യയുടെ സദേൺ മോസ്റ്റ് ടിപ്പ് എന്താണെന്ന് ചോദിച്ചിട്ടുള്ളത്. നമുക്ക് ഇമേജ് വെച്ച് കാണാം. ഞാൻ പെട്ടെന്ന് പറയാൻ വേണ്ടി പറഞ്ഞുള്ളൂ, നമുക്ക് ഇമേജ് ഒക്കെ വെച്ചേ കാണുള്ളൂ നമ്മൾ. സോ സദേൺ മോസ്റ്റ് ടിപ്പ് ചെയ്ത്, നോർത്തേൺ മോസ്റ്റ് ടിപ്പ് ചെയ്ത്, ഈസ്റ്റ് ചെയ്ത്, വെസ്റ്റ് ചെയ്ത്, ഇത് നമ്മൾ പഠിച്ചിട്ടേ പോകുള്ളൂ. ഓക്കെ, നോർത്ത്, സൗത്ത്, വെസ്റ്റ്, ഈസ്റ്റ്, ഓരോ അറ്റങ്ങളിലുള്ള സ്ഥലങ്ങളും നമ്മൾ പഠിക്കണം. അതല്ലേ ഈ ചോദ്യം മനസ്സിലാക്കി തരുന്നത്? അതെ. ഇന്ത്യയുടെ ഇന്ത്യൻ കോസ്റ്റ് ലൈനിൽ എത്ര സംസ്ഥാനവും എത്ര യൂണിറ്റ് ടെറിട്ടറീസും ഉണ്ട്? 9 സംസ്ഥാനമാണോ, 4 ആണോ, 12 ആണോ, 7 ആണോ? അതും അറിഞ്ഞിരിക്കണം. ഓക്കെ, ട്രോപ്പിക് ഓഫ് ക്യാൻസർ. എന്താണ് ടോപ്പിക് ഓഫ് ആൻസർ? ഉത്തരായന രേഖ.
ഉത്തരായന രേഖ ഏത് സംസ്ഥാനത്തിലൂടെയാണ് കടന്നു പോകാത്തത്? ഡസ് നോട്ട് പാസ്. ഏത് സംസ്ഥാനത്തിലൂടെ കടന്നു പോകാത്തത്? അപ്പൊ ഉത്തരായന രേഖ ഇന്ത്യയിലൂടെ പോകുന്നുണ്ടെന്ന് അറിയണം. അത് ഏതൊക്കെ സംസ്ഥാനങ്ങളിലൂടെയാണ് അറിയണം. അതൊരു കോഡ് ഇട്ട് പഠിക്കാൻ പറ്റുമോ എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, സോ അത്രയും കാര്യങ്ങൾ ചോദ്യങ്ങളുള്ളത്. നമുക്ക് ഒരുപാട് കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം ഈ ഒരു ഏരിയയിൽ നിന്ന്. ഈ ഓരോ ചോദ്യവും ഒരുപാട് വട്ടം റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് താഴോട്ട് നോക്കി അറിയാം. ഗ്രൂപ്പ് ഡിക്ക് ചോദിച്ച ചോദ്യമാണ്, NTPC ചോദിച്ച ചോദ്യമാണ്, വീണ്ടും ഗ്രൂപ്പ് ഡിക്ക് ചോദിച്ച ചോദ്യമാണ്, NTPC ചോദിച്ച ചോദ്യമാണ്, NTPC ഗ്രൂപ്പ് ഡി, അങ്ങനെ ഗ്രൂപ്പ് ഡിക്കും NTPC ഇതിന് മുൻകാല വർഷങ്ങളിൽ ചോദിച്ച ചോദ്യങ്ങളെ ഞാൻ എടുത്തിട്ടുള്ളൂ. ഓക്കെ, ഞാൻ സ്വന്തമായിട്ട് ഉണ്ടാക്കുന്ന ചോദ്യങ്ങൾ ഇട്ടിട്ടില്ല. നമുക്കത് പ്രീവിയസ് ഇയർ ക്വസ്റ്റനിലും റിവിഷൻ ത്രൂ ക്വസ്റ്റൻസിലും ഒക്കെ കാണാം. ചോദ്യങ്ങളോട് റിവൈസ് ചെയ്യാം, പ്രീവിയസ് ക്വസ്റ്റൻ റിവൈസ് ചെയ്യാം. അപ്പൊ നമുക്ക് കൂടുതൽ ചോദ്യങ്ങൾ കാണാം. ഇപ്പൊ എന്ത് പഠിക്കണം എന്ന് അറിയാൻ വേണ്ടി നിങ്ങൾക്ക് അത് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടാണ് ചോദ്യങ്ങൾ ഇട്ടിട്ടുള്ളത്. ഓക്കെ, നമുക്ക് നേരെ ടോപ്പിലേക്ക് കിടക്കാം. ഇത് ഇന്ത്യയുടെ 2 മാപ്പാണ്. ഒന്നാമത്തെ മാപ്പ് സംസ്ഥാനങ്ങളെ കാണിച്ചുകൊണ്ട്, സംസ്ഥാനങ്ങളെയും കേന്ദ്രഭരണ പ്രദേശങ്ങളെ യൂണിയൻ ടെറിട്ടറികളെയും കാണിച്ചുകൊണ്ടുള്ള മാപ്പാണ്. അടുത്തതോ ഇന്ത്യയിലുള്ള പുഴകൾ, ഈ നീല കളറിൽ കാണുന്ന പുഴകളാണ്. അതുപോലെ ഇന്ത്യയിലുള്ള മലനിരകളാണ് ഈ ബ്രൗൺ കളറിൽ കാണുന്നത്. പൊക്കം കൂടിയ ഏരിയകളൊക്കെ മലനിരകളെല്ലാം ബ്രൗൺ കളറിൽ കാണുന്നത്. കാരണം ഹിമാലയ എല്ലാം ബ്രൗൺ കളറിൽ കാണുന്നത്. ഓക്കെ, നിങ്ങൾ ഇവിടെ പുഴകൾ കാണാം. സോ പുഴകളും മലകളും ഉൾപ്പെടുന്ന ഫിസിക്കൽ മാപ്പ്. ഓക്കെ, ഇത് ഫിസിക്കൽ മാപ്പ്, ഇത് പൊളിറ്റിക്കൽ മാപ്പ്. ഇന്ത്യൻ ജോഗ്രഫി പഠിക്കണമെങ്കിൽ ഈ 2 സാധനം എപ്പോഴും കയ്യിലുണ്ടാവണം. നിങ്ങൾ മൊബൈലിൽ ഡൗൺലോഡ് ചെയ്തിടുക. ഏറ്റവും നല്ല ഇമേജ് HD ഡൗൺലോഡ് ചെയ്ത് മൊബൈലിൽ ഇടുക. നിങ്ങൾക്ക് ഫിസിക്കൽ മാപ്പും പൊളിറ്റിക്കൽ മാപ്പും ഇല്ലാതെ ഇന്ത്യൻ ജോഗ്രഫി പഠിക്കാൻ പറ്റില്ല. ഓക്കെ, നമ്മൾ ഓരോ സ്ലൈഡിലും മാപ്പ് ഇടുന്നുണ്ടാവും. നിങ്ങളുടെ ഭാഗത്തു നിന്നും നിങ്ങൾ ഒന്നെങ്കിൽ അറ്റ്ലസ് മേടിക്കുക, ഓക്സ്ഫോർഡിന്റെ അറ്റ്ലസ് വാങ്ങിക്കുക, അല്ലെങ്കിൽ ഫോണില് ഈ പറയുന്ന ഇമേജസ് എപ്പോഴും ഡൗൺലോഡ് ചെയ്തിടുക. അങ്ങനെ വേണം പഠനത്തിന് മുന്നോട്ട് കൊണ്ടുപോകാൻ. സംശയം ഉണ്ടെങ്കിൽ അപ്പുറം പോയി നോക്കുക. ഞാൻ പോയി കണ്ടുപിടിക്കുന്ന ചോദ്യങ്ങളുടെ ഉത്തരം എന്റെ മനസ്സിൽ എപ്പോഴും ഉണ്ടാവും. ഞാൻ പോയി കണ്ടുപിടിച്ച ഒരു ചോദ്യത്തിന് ഉത്തരം എന്റെ മനസ്സിൽ എപ്പോഴും ഉണ്ടാവും. ഞാൻ പറഞ്ഞു തന്നത് വെറുതെ കേട്ടോണ്ടിരുന്നിട്ട് കാര്യമുണ്ടോ? അത്രയും കാര്യമില്ല. കുറച്ചുകൂടെ എഫക്റ്റീവ് നമ്മൾ തന്നെ പോയി ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത് കണ്ടുപിടിക്കുമ്പോഴാണ്. അതിന് വേണ്ടിയിട്ട് മാപ്പുകൾ ഡൗൺലോഡ് ചെയ്യുക. അപ്പൊ നിങ്ങളുടെ കണ്ണുകൊണ്ട് കാണുന്നത് മനസ്സിലിരിക്കും, ചെവി കൊണ്ട് കേൾക്കുന്നത് മനസ്സിലിരിക്കും. ഇരട്ടി എഫക്റ്റ് ആയിരിക്കും. നോക്കി പഠിക്കുക, അതുപോലെ കേട്ട് പഠിക്കുക, വായിച്ച് പഠിക്കുക. നമുക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, സോ ഇന്ത്യയുടെ ലൊക്കേഷൻ നമ്മൾ കണ്ടു, ഇന്ത്യയുടെ ബേസിക് മാപ്പുകൾ നമ്മൾ കണ്ടു. ഇനി നമുക്ക് നോക്കാം ഇന്ത്യ വേൾഡിൽ എവിടെയാന്ന് നോക്കാം. ഇന്ത്യ വേൾഡില് നമ്മുടെ മൊത്തം ലോകം എടുക്കുകയാണെങ്കിൽ അതിൽ ഇന്ത്യ എവിടെ? ഓക്കെ, സോ നമുക്ക് ഇന്ത്യനെ മാപ്പ് ചെയ്യണം. നമുക്ക് കാണാം ഇവിടെ ഈ ഒരു ഭാഗത്താണ് ഇന്ത്യയുടെ കശ്മീർ വരുന്നത്. ഓക്കെ, ഇവിടെ ഗുജറാത്ത് വരുന്നു. ഇതാണ് നമ്മുടെ ഇന്ത്യ. പലർക്കും അറിയായിരിക്കും, ഇതാണ് നമ്മുടെ ഇന്ത്യ. ഓക്കെ, വേൾഡില് ഒരു സ്ഥലത്ത് ഇന്ത്യ ലൊക്കേറ്റ് ചെയ്തേക്കാണ്. എങ്ങനെയാണ് നമ്മുടെ ഭൂമിയില് അല്ലെങ്കിൽ നമ്മുടെ ഗ്ലോബില് ഒരു സ്ഥലത്ത് ലൊക്കേറ്റ് ചെയ്യുന്നത് എങ്ങനെയാ? നിങ്ങൾക്ക് അറിയാം, ലോഞ്ചിറ്റ്യൂഡുകളും ലാറ്റിറ്റ്യൂഡുകളും വെച്ചിട്ടാണ്. ഓക്കെ, നമ്മളിത് ഫിസിക്കൽ ജോഗ്രഫിയിൽ പഠിക്കും. ഓക്കെ, നമ്മൾ ഫിസിക്കൽ ജോഗ്രഫിയിൽ എന്താണ് ലോഞ്ചിറ്റ്യൂഡ്, എന്താണ് ലാറ്റിറ്റ്യൂഡ് എന്ന് പഠിക്കും. ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. ലോഞ്ചിറ്റ്യൂഡും ലാറ്റിറ്റ്യൂഡും എന്താണ്? നിങ്ങൾക്ക് കാണാം, ഭൂമി ഒരു ഗ്ലോബാണ്. ആ ഗ്ലോബിന്റെ വട്ടത്തിലുള്ള കുറെ രേഖകളെ കണ്ടോ, കുറെ രേഖകൾ നമ്മൾ ലാറ്റിറ്റ്യൂഡ് എന്ന് വിളിക്കും. ഓക്കെ, നിങ്ങൾ സ്കൂളിൽ പഠിച്ചിട്ടുണ്ടാവും അക്ഷാംശ രേഖ. ഓക്കെ, ലാറ്റിറ്റ്യൂഡ് അഥവാ അക്ഷാംശ രേഖ എന്ന് പഠിക്കും. ആ സമയത്ത് ഇതിന്റെ നീളത്തിലാണ് മുറിച്ചിട്ടുള്ളതെന്ന് വിചാരിക്കുക. നീളത്തിൽ കുറെ രേഖകൾ ഉണ്ടാവും. ഓക്കെ, അതിന് നമ്മൾ എന്താ വിളിക്കുക? നീളത്തിലുള്ള രേഖകളെ ലോഞ്ചിറ്റ്യൂഡ് എന്ന് വിളിക്കും, അല്ലെങ്കിൽ രേഖാംശ രേഖ എന്ന് വിളിക്കും. ലോഞ്ചിറ്റ്യൂഡ് എന്ന് വിളിക്കും, അല്ലെങ്കിൽ രേഖാംശ രേഖ എന്ന് വിളിക്കും. സോ അക്ഷാംശ രേഖയും കിട്ടി, രേഖാംശ രേഖയും കിട്ടി. സോ ഇപ്പൊ നമ്മള് ഒരു സ്ഥലത്ത് ഞാൻ നിൽക്കാന്ന് വിചാരിക്കൂ. ഞാൻ പറയും ഞാൻ ഇത്ര ലോഞ്ചിറ്റ്യൂഡിലും ഇത്ര ലാറ്റിറ്റ്യൂഡിന്റെയും ഇടയിലാണ് നിൽക്കുന്നത്. ഓക്കെ, ഞാനൊരു 2 ഡിഗ്രി ലോഞ്ചിറ്റ്യൂഡിന്റെയും 3 ഡിഗ്രി ലാറ്റിറ്റ്യൂഡിന്റെയും നടുക്കാൻ നിൽക്കുന്നത് എനിക്ക് പറയാം. അതിനാണ് ലോഞ്ചിറ്റ്യൂഡും ലാറ്റിറ്റ്യൂഡും പഠിക്കുന്നത്. നമുക്കൊരു സ്ഥലത്തിനെ ലൊക്കേറ്റ് ചെയ്യണം. ഒരു സ്ഥലം എവിടെയാണെന്ന് കണ്ടുപിടിക്കണം. നമ്മൾ ഗൂഗിൾ മാപ്പിൽ അയച്ചു കൊടുക്കുമ്പോൾ നമ്മൾ ശരിക്കും എന്താ അയച്ചു കൊടുക്കുന്നത്? നമ്മൾ ലോഞ്ചിറ്റ്യൂഡും ലാറ്റിറ്റ്യൂഡും അയച്ചു കൊടുക്കുന്നത്. നമ്മൾ ഗൂഗിൾ മാപ്പിൽ ഒരാൾക്ക് അയച്ചു കൊടുക്കുന്നത് എന്താ? ശരിക്കും എന്റെ സ്ഥലം, എന്റെ ലൊക്കേഷൻ എന്താ? ലോഞ്ചിറ്റ്യൂഡും ലാറ്റിറ്റ്യൂഡും അയച്ചു കൊടുക്കുന്നത്. ഞാൻ ഇവിടെ ഒരുപാട് സമയം കളയുന്ന നമുക്ക് ഇന്ത്യയിലേക്ക് തന്നെ പോവാം. സോ ഇത് വെച്ച് നമുക്ക് ഇന്ത്യനെ മാപ്പ് ചെയ്യണമെങ്കിൽ ബേസിക് ആയിട്ടുള്ള രേഖകൾ പഠിച്ചിരിക്കണം. ഉത്തരായനം, ദക്ഷിണായനം, അതുപോലെ എന്താ ഉത്തര ധ്രുവം, ഏതാണ് നോർത്ത് പോൾ, സൗത്ത് പോൾ, ദക്ഷിണ ധ്രുവം. ഓക്കെ, സോ ഏതൊക്കെ ഉണ്ടാവുന്നത്? നോർത്ത് പോൾ ഉണ്ട് ഗ്ലോബിന്റെ ഏറ്റവും അറ്റത്ത്. സൗത്ത് പോൾ ഉണ്ട് ഗ്ലോബിന്റെ ഏറ്റവും താഴെ. ദക്ഷിണ ധ്രുവവും ഉത്തര ധ്രുവവും. അതുപോലെ ട്രോപ്പിക് ഓഫ് ക്യാൻസർ, ഉത്തരായന രേഖ എത്ര? 23.30 നോർത്ത്. ദക്ഷിണായനം ട്രോപ്പിക് ഓഫ് ക്യാപ്രിക്കോൺ 23.30 സൗത്ത്. ഓക്കെ, ഈ പകുതിയിൽ നിന്ന് മുകളിലോട്ട് ഇതൊരു 0 ഡിഗ്രി ഇക്വേറ്റർ എന്ന് എടുത്താൽ ഈ പകുതിയിൽ മുകളിലേക്ക് നമ്മൾ നോർത്തേൺ ഹെമിസ്ഫിയർ എന്ന് വിളിക്കും. ഇവിടുന്ന് താഴോട്ട് നമ്മൾ എന്ത് വിളിക്കും? സദേൺ ഹെമിസ്ഫിയർ എന്ന് വിളിക്കും. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്, ചെറിയ ക്ലാസ്സുകൾ പഠിച്ചിട്ടുള്ളതാണ്. സോ ട്രോപ്പിക് ഓഫ് ക്യാൻസർ
എത്രയാണ്? 23.30. ട്രോപ്പിക് ഓഫ് കാപ്രിക്കോൺ എത്രയാ? ഇത് നോർത്തിലാണ്. ഇതും 23.30 ആണ്. പക്ഷെ ഇത് സൗത്തിലാണെന്ന് ഓർത്തു വെക്കുക. അത്രയും വ്യത്യാസമാണുള്ളത്. ഇതില് ട്രോപ്പിക് ഓഫ് കാപ്രിക്കോൺ ഇന്ത്യയിലൂടെ കടന്നു പോകുന്നുണ്ട്. ട്രോപ്പിക് ഓഫ് ക്യാൻസർ ഇന്ത്യയിലൂടെ കടന്നു പോകുന്നുണ്ട്. ഈ വര ട്രോപ്പിക് ഓഫ് കാപ്രിക്കോൺ അല്ല, ട്രോപ്പിക് ഓഫ് ക്യാൻസർ. ഓക്കെ, അപ്പൊ ഇന്ത്യ ഉള്ളത് എവിടെയാ? നോർത്തേൺ ഹെമിസ്ഫിയറിലാ. ഓക്കെ, ഇന്ത്യ ഉള്ളത് നോർത്തേൺ ഹെമിസ്ഫിയറിലാണ്. ഇന്ത്യയിലൂടെ കടന്നു പോകുന്ന രേഖ ഏതാ? ട്രോപ്പിക് ഓഫ് ക്യാൻസർ, ഉത്തരായന രേഖ. ഓക്കെ, അത് പഠിച്ചു വെക്കുക. നമുക്ക് ഉത്തരായണ രേഖ എന്താ മനസ്സിലായി. അതല്ലാതെ 66.30 ആർട്ടിക് സർക്കിൾ ഉണ്ട്, 66.30 സൗത്തില് അന്റാർട്ടിക് സർക്കിൾ ഉണ്ട്. ആർട്ടിക് നമ്മുടെ മുകളിലാണ്, അന്റാർട്ടിക് നമ്മുടെ താഴെയാണ്. സോ നോർത്തിൽ എന്താ ഉള്ളത്? നോർത്തിൽ ഇന്ത്യ ഉണ്ട്. ഇന്ത്യയിലൂടെ കടന്നു പോകുന്നത് ട്രോപ്പിക് ഓഫ് ക്യാൻസർ ആണ്. ട്രോപ്പിക് ഓഫ് ക്യാൻസർ 23.30 നോർത്ത് ആണ്. നോർത്ത് പോൾ ഉണ്ട്. നോർത്ത് ഹെമിസ്ഫിയർ, സൗത്ത് ഹെമിസ്ഫിയർ. ഓക്കെ, നോർത്ത്, സൗത്ത്, വെസ്റ്റ്, ഈസ്റ്റ്. നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു. ഇങ്ങനെയാ വരിക. ഓക്കെ, ഇതെല്ലാം നമ്മൾ ഫിസിക്കൽ ജോഗ്രഫിയിൽ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. നമുക്ക് ഇന്ത്യയുടെ കാര്യം നോക്കാം. ജസ്റ്റ് ഇന്ത്യ എവിടെയാണെന്ന് മനസ്സിലാവാൻ വേണ്ടി നിങ്ങൾക്ക് പറഞ്ഞു തന്നേ ഉള്ളൂ. ഇതെനിക്ക് ഇവിടെ പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. എന്നാലും നിങ്ങൾക്ക് ജസ്റ്റ് ഒരു ഐഡിയ കിട്ടാൻ വേണ്ടി പറഞ്ഞു തന്നാണ്. ഇങ്ങനെയാണ് നമ്മൾ ഹെമിസ്ഫിയറുകൾ തിരിക്കുക. ഇങ്ങനെയാണ് ലോഞ്ചിറ്റ്യൂഡും ലാറ്റിറ്റ്യൂഡും കണ്ടുപിടിക്കുക. ഇതാണ് ട്രോപ്പിക് ഓഫ് ക്യാൻസറും ട്രോപ്പിക് ഓഫ് കാപ്രിക്കോണും. ഓക്കെ, നമുക്ക് ഇന്ത്യയെ നോക്കാം. ഇന്ത്യയിൽ ഏതാ? ട്രോപ്പിക് ഓഫ് ക്യാൻസർ കടന്നു പോകുന്നുണ്ട്. വേൾഡ് മാപ്പിൽ ഇന്ത്യ കണ്ടോ? ട്രോപ്പിക് ഓഫ് ക്യാൻസർ കടന്നു പോകുന്നു. ഇന്ത്യയിലൂടെ ട്രോപ്പിക് ഓഫ് ക്യാൻസർ കടന്നു പോകുന്നുണ്ട്. 23.30. ഓക്കെ, സോ ട്രോപ്പിക് ഓഫ് ക്യാൻസർ കടന്നു പോകുന്നുണ്ട്. സോ നമ്മൾ ഇതിന്റെ കൺട്രീസ് പഠിച്ചേക്കണം. ഇന്ത്യയിലെ ഏതൊക്കെ സ്റ്റേറ്റുകളിലാണ് കടന്നു പോകുന്നത് പഠിച്ചേക്കണം. ഇന്ത്യയിലെ ഏതൊക്കെ സ്റ്റേറ്റുകളിലൂടെയാണ് ട്രോപ്പിക് ഓഫ് ക്യാൻസർ കടന്നു പഠിക്കണം. ഇക്വേറ്റർ കടന്നു പോകുന്നുണ്ടോ ഇന്ത്യയിലൂടെ? ഇല്ല, ഇന്ത്യയിലൂടെ ഇക്വേറ്റർ കടന്നു പോകുന്നില്ല. ട്രോപ്പിക് ഓഫ് കാപ്രിക്കോൺ കടന്നു പോകുന്നുണ്ടോ? ദക്ഷിണായനയിൽ കടന്നു പോകുന്നുണ്ടോ? ഇല്ല. ട്രോപ്പിക് ഓഫ് ഇക്വേറ്റർ കടന്നു പോകുന്നുണ്ടോ? ഇല്ല. പിന്നെ അന്റാർട്ടിക് സർക്കിൾ കടന്നു പോകുന്നുണ്ടോ? ഇല്ല. ആർട്ടിക് സർക്കിൾ കടന്നു പോകുന്നുണ്ടോ? ഇല്ല. സോ ആകെ ഇന്ത്യയിലൂടെ കടന്നു പോകുന്ന ആരാ? ട്രോപ്പിക് ഓഫ് ക്യാൻസർ. അത് ഓർത്തു വയ്ക്കാം. അത് കടന്നു പോകുന്ന സംസ്ഥാനങ്ങളും നമുക്ക് പഠിച്ചു വയ്ക്കാം. ഓക്കെ, നമുക്ക് അടുത്ത പേജിലേക്ക് പോവാം. അടുത്ത എന്താ സംഭവിക്കുന്നത്? നമ്മൾ ഇന്ത്യ പഠിച്ചു. ഇന്ത്യയുടെ ലോഞ്ചിറ്റ്യൂഡൽ എക്സ്റ്റെന്റ് ഏതാണ്? ലോഞ്ചിറ്റ്യൂഡൽ എക്സ്റ്റെന്റ് ഏതാണ്? ലാറ്റിറ്റ്യൂഡൽ എക്സ്റ്റെന്റ്. ഇന്ത്യയുടെ ലാറ്റിറ്റ്യൂഡൽ എക്സ്റ്റെന്റ്, ഇന്ത്യയുടെ മുകൾ ഭാഗവും താഴെ ഭാഗവും ഏത് ലാറ്റിറ്റ്യൂഡാണ്? നമ്മൾ പറഞ്ഞു ഇതിനെ ലാറ്റിറ്റ്യൂഡ് എന്നും ഇതിനെ ലോഞ്ചിറ്റ്യൂഡ് എന്നാണ് വിളിക്കുന്നതെന്ന് പറഞ്ഞു. സോ ഇന്ത്യയുടെ മാക്സിമം ലാറ്റിറ്റ്യൂഡ് ഏതാ? 37.6 ഡിഗ്രി നോർത്ത്. 36 ഡിഗ്രി 6 മിനിറ്റ് നോർത്ത്. 36 ഡിഗ്രി 6 മിനിറ്റ് നോർത്ത്. പിന്നെ 8 ഡിഗ്രി 4 മിനിറ്റ് നോർത്ത്. ഇതിന്റെ ഇടയിലാണ് ഇന്ത്യ ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത്. പക്ഷേ ഇന്ത്യയിൽ എന്തും കൂടെ ഉണ്ട്? ഇവിടെ ആൻഡമാൻ നിക്കോബാർ ദ്വീപങ്ങളും കൂടെ ഉണ്ട്. ഓക്കെ, ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളൂടെ ഇവിടെ ഉണ്ട്. അതുകൂടെ ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും? 6 ഡിഗ്രി 7 മിനിറ്റ്സ് നോർത്ത് കൂടെ കിട്ടും. സോ ശരിക്കും ഇന്ത്യയുടെ മെയിൻ ലാൻഡ്, ഇന്ത്യയിൽ നമ്മളിപ്പോ പറയുന്ന കന്യാകുമാരി വരെയുള്ള സ്ഥലം ഇരിക്കുന്നത് എത്രയാന്ന് പറയുന്നത്? 8 ഡിഗ്രി 4 മിനിറ്റ് നോർത്തും 37 ഡിഗ്രി 6 മിനിറ്റ് നോർത്തിലുമാണ് ഇരിക്കുന്നത്. ഈ കാണുന്ന പോലെ. നമ്മൾ ഇനി ആൻഡമാനെ കൂടി കൺസിഡർ ചെയ്യുകയാണെങ്കിൽ, ഇന്ത്യയുടെ മൊത്തം ടെറിട്ടറി കൺസിഡർ ചെയ്യുകയാണെങ്കിൽ, ഓക്കെ, ഇന്ത്യയുടെ മൊത്തം ടെറിട്ടറി, കാരണം ആൻഡമാൻ നമ്മുടെ കീഴിലല്ലേ, ആൻഡമാൻ നമ്മുടെ ഐലൻഡ് അല്ലേ, അത് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ 6.7 ഡിഗ്രി അല്ലെങ്കിൽ 6 ഡിഗ്രി 7 മിനിറ്റ്സ് നോർത്ത് ആയിട്ടാണ് കണ്ടുപിടിക്കാൻ. ഓക്കെ, സോ ഇന്ത്യയുടെ നമുക്ക് എന്ത് കിട്ടി? ഇന്ത്യയുടെ ലാറ്റിറ്റ്യൂഡൽ എക്സ്റ്റെന്റ് കിട്ടി. ഇതുപോലെ തന്നെ നമുക്ക് ഇന്ത്യയുടെ ലോഞ്ചിറ്റ്യൂഡൽ എക്സ്റ്റെന്റ് കണ്ടുപിടിക്കാം. ഇന്ത്യയുടെ വീതി എവിടെ മുതൽ ഉണ്ട്? ഗുജറാത്ത് മുതൽ അരുണാചൽ പ്രദേശ് വരെ. അതായത് 68 ഡിഗ്രി 7 മിനിറ്റ് ഈസ്റ്റിലാണ്. 68 ഡിഗ്രി 7 മിനിറ്റ് ഈസ്റ്റിലാണ്. 97 ഡിഗ്രി 27 മിനിറ്റ് ഈസ്റ്റിലാണ്. ഓക്കെ, സോ നമുക്ക് ഇത് പഠിച്ചു വെക്കണം. അതുപോലെ നമുക്ക് ലോഞ്ചിറ്റ്യൂഡൽ എക്സ്റ്റെന്റും പഠിച്ചു വെക്കണം. ഇന്ത്യയുടെ ലോഞ്ചിറ്റ്യൂഡൽ എക്സ്റ്റെന്റും ഇന്ത്യയുടെ ലോഞ്ചിറ്റ്യൂഡ് എവിടം വരെ ഉണ്ടെന്നും ഇന്ത്യയുടെ ലാറ്റിറ്റ്യൂഡ് എവിടം വരെ ഉണ്ടെന്നും നമുക്ക് പഠിച്ചു വെച്ചേ പറ്റുള്ളൂ. ഇത് നമുക്ക് പഠിക്കാൻ ഒരു എളുപ്പവഴി എന്താ? ഏതെങ്കിലും ഒരെണ്ണം പഠിച്ചു വെക്കുക, അതിന്റെ കൂടെ 29 കൂട്ടിയാൽ ഇത് കിട്ടും. ഓക്കെ, ബേസിക്കലി അത്രേ ചോദിക്കാറുള്ളൂ. ഈ ഡെസിമൽസ് അങ്ങനെ കറക്റ്റ് ആയിട്ട് ചോദിക്കാറില്ല. 68ന്റെ കൂടെ 29 കൂട്ടിയാൽ 97. ഇതാണ് നമ്മുടെ ലോഞ്ചിറ്റ്യൂഡൽ എക്സ്റ്റെന്റ്. അതുപോലെ ലാറ്റിറ്റ്യൂഡൽ എക്സ്റ്റെന്റ് എന്താ? 8ന്റെ കൂടെ 29 കൂട്ടിയാൽ എത്ര കിട്ടും? 37. അതാണ് ലാറ്റിറ്റ്യൂഡൽ എക്സ്റ്റെന്റ്. ഓക്കെ, സോ 8 ഡിഗ്രി 37 ഡിഗ്രി. ഇവിടെ 4 ആണ്, ഇവിടെ 6 ആണ്. പൊതുവെ തെറ്റിച്ചേരാറില്ല. എന്നാലും അതും കൂടെ പഠിക്കേണ്ടവർക്ക് അതുകൂടെ പഠിക്കാം.
ബേസിക്കലി ഞാൻ പഠിച്ചത് ശരിയാണോ, ഞാൻ ഓർത്തിരിക്കുന്നത് ശരിയാണോ എന്ന് അറിയാൻ വേണ്ടി ഇന്ത്യയുടെ വീതിയും നീളവും ഏകദേശം 29 തന്നെയാണ്. ചെറിയ ഡെസിമൽ പോയിന്റ് വ്യത്യാസം ഉണ്ടാവും. ഏകദേശം 29 നമുക്ക് കിട്ടുക. അതൊന്ന് മനസ്സിൽ ഉറപ്പിച്ച് തറപ്പിച്ച് വെച്ചേക്കുക. ഏകദേശം 29 ആണ്. ഇന്ത്യയുടെ ലാറ്റിറ്റ്യൂഡൽ എക്സ്റ്റെന്റും ലോഞ്ചിറ്റ്യൂഡൽ എക്സ്റ്റെന്റും ഏകദേശം 29 ഡിഗ്രി ആണ്. ഓക്കെ, സോ ഇതും പഠിച്ചാൽ തന്നെ നമുക്ക് മറ്റത് രണ്ടും ഓർത്തിരിക്കാനുള്ള കഴിവുണ്ടാവും. ഇനി അതല്ല തന്നെ ഓർത്തിരിക്കാൻ താല്പര്യമുള്ളവർക്ക് ഇതൊരു ഫോൺ നമ്പർ ആയിട്ട് പഠിച്ചു വെക്കാം. ആദ്യം നോർത്ത് എഴുതുക 36376, പിന്നെ സൗത്ത് എഴുതുക 84, പിന്നെ ഈസ്റ്റ് എഴുതുക 687, പിന്നെ 9725. ഒരു ഫോൺ നമ്പർ പഠിക്കുന്ന പോലെ വേണമെങ്കിൽ ഇത് പഠിച്ചു വെക്കാം. അതിലും എളുപ്പം ഒരെണ്ണം പഠിച്ചു വെക്കുക, 29 ആഡ് ചെയ്യുക, താഴത്തെ പഠിച്ചു വെക്കുക, 29 ആഡ് ചെയ്യുക, അങ്ങനെയും പഠിച്ചു വെക്കാം. ഇത് പ്രശ്നം വരുന്നത് എന്താണെന്നറിയോ? ഓപ്ഷൻസിൽ ഒരുപോലുള്ള കുറെ ഓപ്ഷൻസ് വരും. നമുക്കത് കാണുമ്പോൾ ഒരെണ്ണം ശരിയാണോ എന്ന് തോന്നും. പക്ഷെ നമ്മുടെ മനസ്സിലേക്ക് ഇരിക്കണമെങ്കിൽ ഇതുപോലുള്ള ട്രിക്കുകൾ നമ്മുടെ മനസ്സിലാക്കി ഓടി വരണം. 29 കൂട്ടി കുറച്ചാൽ മതിയല്ലോ, 29 കുറയ്ക്കുന്നതായിരിക്കും ഉത്തരം. ഇത് തമ്മിൽ വ്യത്യാസം 29 ഉണ്ട്, ഇതാണ് ഉത്തരം. നമുക്ക് അങ്ങനെ ഉത്തരത്തിൽ എത്താൻ പറ്റും. എല്ലാം കാണാതെ പഠിക്കാൻ ബുദ്ധിമുട്ടാണ്. സോ നമുക്ക് ഇങ്ങനെയും ഉത്തരത്തിൽ എത്താം. സോ അതാണ് ഇന്ത്യയുടെ ലോഞ്ചിറ്റ്യൂഡൽ എക്സ്റ്റെന്റും ലാറ്റിറ്റ്യൂഡൽ എക്സ്റ്റെന്റും പഠിക്കാനുള്ള ഒരു എളുപ്പവഴി. ഇങ്ങനെയും പഠിക്കാം, അല്ലെങ്കിൽ 29 വെച്ചിട്ടും പഠിക്കാം. ഓക്കെ, അടുത്തത് നമ്മൾ പറഞ്ഞു ട്രോപ്പിക് ഓഫ് ക്യാൻസർ കടന്നു പോകുന്ന സംസ്ഥാനങ്ങൾ പഠിക്കണം എന്ന് പറഞ്ഞു. നമുക്ക് നോക്കാം ഏതൊക്കെ സംസ്ഥാനങ്ങളാ. ട്രോപ്പിക് ഓഫ് ക്യാൻസർ ആണിത്. 23.30 അല്ലെങ്കിൽ 23.5 എന്ന് പറയാം. 30 എന്ന് പറഞ്ഞാൽ 60 വരെ പോകുന്നുള്ളൂ. ഒരു അവർ എന്ന് പറയുമ്പോൾ 60 മിനിറ്റ് അല്ലേ, സോ 30 വരെ പോകുന്നുള്ളൂ. സോ 23.5 എന്ന് പറയാം. നമുക്കിത് ഫിസിക്കൽ ജോഗ്രഫിയിൽ കറക്റ്റ് ആയിട്ട് പഠിക്കാം. ഇവിടെ നിങ്ങൾ സംസ്ഥാനങ്ങൾ നോക്കുക. രാജസ്ഥാൻ, ഗുജറാത്ത്, മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ്, ജാർഖണ്ഡ്, വെസ്റ്റ് ബംഗാൾ അല്ലെങ്കിൽ പശ്ചിമ ബംഗാൾ, ത്രിപുര, മിസോറാം. ഓക്കെ, ഇത്രയും സംസ്ഥാനങ്ങളിലാണ് രാജസ്ഥാൻ, ഗുജറാത്ത്, മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ്, ജാർഖണ്ഡ്, വെസ്റ്റ് ബംഗാൾ, ത്രിപുര, മിസോറാം. ഇത്രയും സംസ്ഥാനങ്ങളെ കാണാതെ പഠിക്കാൻ ബുദ്ധിമുട്ടാണ്, എനിക്കറിയാം. സോ ഉത്തരായന രേഖ കടന്നു പോകുന്ന സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണ്? രാജസ്ഥാൻ, ഗുജറാത്ത്, മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ്, ജാർഖണ്ഡ്, പശ്ചിമ ബംഗാൾ, മിസോറാം, ത്രിപുര. ഒരു കോഡ് വെച്ച് പഠിച്ചു നോക്കാം. ഏതാ? രഘുമച്ചജ പമിത്രി. പഠിച്ചു വെക്കാം. എന്ത്? രഘുമച്ചജ പമിത്രി. രാജസ്ഥാൻ, ഗുജറാത്ത്, ഏതാ? മധ്യപ്രദേശ്, ച ഫോർ ഛത്തീസ്ഗഡ്, ജ ഫോർ ജാർഖണ്ഡ്, പ ഫോർ പശ്ചിമ ബംഗാൾ, മീ ഫോർ മിസോറാം, ത്രീ ഫോർ ത്രിപുര. രഘുമച്ചജ പമിത്രി. മനസ്സിലാലോചിക്കുക. രഘുമച്ചജ പമിത്രി. രാ ഫോർ രാജസ്ഥാൻ, ഗു ഫോർ ഗുജറാത്ത്, രഘുമച്ചജ. മാ എന്താ? മധ്യപ്രദേശ്, ച ഛത്തീസ്ഗഡ്, ജ ജാർഖണ്ഡ്, പ പശ്ചിമ ബംഗാൾ, മീ മിസോറാം, ത്രീ ത്രിപുര. ഇങ്ങനെയും പഠിച്ചു വെക്കാം. ഓക്കെ, ഇങ്ങനെ തന്നെ പഠിച്ചു വെക്കണം എന്നല്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു കോഡ് ഇടാൻ പറ്റിയാൽ ഏറ്റവും നല്ലത് അത്. ഞാൻ ചെറുപ്പം മുതലേ, ഞാൻ ഇത് എന്ന് മുതൽ പഠിച്ചു തുടങ്ങിയോ അന്ന് മുതലേ പഠിച്ചു തുടങ്ങിയത് ഒരു കോഡ് ഇട്ടിട്ടാ. ഞാൻ ഒരിക്കലും മറക്കാറില്ല, ഒരു പരീക്ഷയ്ക്ക് തെറ്റി പോകാറില്ല. സോ കോഡ് ഇട്ട് പഠിക്കുക. അതല്ലാതെ പഠിക്കാൻ ശേഷിയുള്ളവർ, അല്ലാതെ തന്നെ പഠിക്കാൻ കഴിവുള്ളവർക്ക് അങ്ങനെ പഠിക്കാം. ഏറ്റവും ബെസ്റ്റ് അതാണ്. പക്ഷെ കോഡ് ഇട്ട് പഠിച്ചാൽ തെറ്റിപ്പോവില്ല. ഒരു ഫോർ എക്സാമ്പിൾ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്, ഇതിനകത്ത് ഏതാണ് ട്രോപ്പിക് ഓഫ് ക്യാൻസറിൽ കടന്നു പോകാത്തെന്ന് ചോദിക്കുമ്പോൾ പെട്ടെന്ന് നമുക്ക് കൺഫ്യൂഷൻ വരാൻ പാടില്ല. രഘുവച്ചത് പമിത്രി ഓർക്കുക, ടിക്കിട ഇല്ലാത്തതിനെ വെട്ടിക്കളയാം, കഴിഞ്ഞു. ആ ഒരു ലെവലിലേക്ക് സ്പീഡ് കൊണ്ടും ഉയരാൻ പറ്റണം. കാര്യം എന്താ? സമയം കുറവാണ് പരീക്ഷയിൽ. സോ സ്പീഡ് കൊണ്ട് ഉയരണമെങ്കിൽ എന്റെ അറിവിൽ എനിക്ക് സംശയം ഉണ്ടാവാൻ പാടില്ല. കോഡുകൾ മാക്സിമം ഉപയോഗിക്കാം. സോ രഘുമച്ചത് പമിത്രി നിങ്ങൾക്ക് ഉപയോഗിക്കാം എന്ന് ഓർക്കുക. അതാണ് ഒരു കോഡ് ട്രോപ്പിക് ഓഫ് ക്യാൻസറിന്റെ. നമുക്ക് മുന്നോട്ട് പോയാൽ ഇനി നമുക്ക് പഠിക്കാനുള്ള എന്താ? ഇന്ത്യയുടെ എക്സ്ട്രീം പോയിന്റുകൾ. നോർത്ത് പോയിന്റ്, സൗത്ത് പോയിന്റ്, വെസ്റ്റ് പോയിന്റ്, ഈസ്റ്റ് പോയിന്റ്. ഇന്ത്യയുടെ ഓരോ അറ്റത്തുള്ള സ്ഥലങ്ങൾ എന്താണ്? നിങ്ങൾ എല്ലാവർക്കും, മിക്കവാറും എല്ലാവർക്കും അറിയായിരിക്കും, കന്യാകുമാരിയാണ് ഏറ്റവും സൗത്തില്. കന്യാകുമാരി പോയ ഒരുപാട് പേരുണ്ടാവും. ഏറ്റവും സൗത്തില് ഏത്? ആൻഡമാനെ കൺസിഡർ ചെയ്തില്ലെങ്കിൽ, ആൻഡമാനെ നോക്കിയില്ലെങ്കിൽ, ഇന്ത്യയുടെ മെയിൻലാൻഡ് ആണ് നമ്മൾ നോക്കുന്നതെങ്കിൽ, ഓക്കെ, മെയിൻലാൻഡ് നോക്കിയാൽ കന്യാകുമാരിയുടെ താഴെ, ആൻഡമാൻ നോക്കിയാൽ വേറെ സ്ഥലമാണ്. ഏതാ? ഞാൻ പറഞ്ഞുതരാം. നമുക്ക് രണ്ടും നോക്കാം, രണ്ടും ചോദിക്കാം. മെയിൻലാൻഡും ചോദിക്കാം, ദ്വീപുകൾ വെച്ചും ചോദിക്കാം. മെയിൻലാൻഡ് വെച്ചാൽ ആൻഡമാനാണ് താഴെ, സോറി കന്യാകുമാരിയാണ് താഴെ. ദ്വീപുകൾ ചോദിച്ചാൽ ആൻഡമാനാണ് താഴെ. ശരിയല്ലേ? സോ നമ്മൾ എന്ത് ചെയ്തു? നോർത്ത്, സൗത്ത്, വെസ്റ്റ്, ഈസ്റ്റ് കണ്ടുപിടിക്കാൻ പോവാണ്. ഏതൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തത്, ഏറ്റവും നോർത്തേൺ മോസ്റ്റ് പോയിന്റ് ഓഫ് ഇന്ത്യ ഇന്ദിരാ കോൾ എന്ന് പറയുന്ന സ്ഥലമാണ്. ഏതാ? ഇന്ദിരാ കോൾ. എവിടെയാ? ലദ്ദാഖിലാണ്. ലദ്ദാഖ് എന്ന് പറയുന്ന യൂണിയൻ ടെറിട്ടറിയിലാണ് ഏറ്റവും മുകളിലുള്ള, ഏറ്റവും നോർത്തിലുള്ള പോയിന്റ്. ഏറ്റവും സൗത്തിലുള്ള നമുക്കറിയാം, ഏറ്റവും സൗത്തിലുള്ളത് കന്യാകുമാരിയാണ്.
അല്ലെങ്കിൽ കേപ്പ് ഓഫ് കൊമോറിൻ കന്യാകുമാരി, അല്ലെങ്കിൽ കന്യാകുമാരിയുടെ വേറൊരു പേരാണ് കേപ്പ് ഓഫ് കോമോറിൻ, അങ്ങനെയും വിളിക്കാം. ഇനി ഏറ്റവും ഈസ്റ്റിലുള്ള പേര് സ്ഥലം ഗുഹാർമോത്തി. ഏറ്റവും വെസ്റ്റിലുള്ള സ്ഥലം ഗുജറാത്തിലെ ഗുഹാർമോത്തി. ഇതൊക്കെ നമുക്ക് നോട്ട് എഴുതിയെടുക്കാട്ടോ. നോട്ട് എഴുതിയെടുത്താലേ പഠിക്കാൻ പറ്റുള്ളൂ. പരീക്ഷയ്ക്ക് മുന്നേ നമ്മുടെ ഒരു നോട്ട് വേണമെങ്കിൽ. ഏറ്റവും ഈസ്റ്റിലുള്ള സ്ഥലം ഏതാണ്? കിബിത്തു. അരുണാചലിലെ കിബിത്തു ആണ്. ഞാൻ ഈ എഴുതി വെക്കുന്നത് നോക്കണം എന്നില്ല, ഇവിടെ നോക്കിയാൽ മതി. നോർത്തിലെ ഇന്ദിരാകോള്, സിയാച്ചിൻ ഗ്ലേഷ്യർ, ലഡാക്ക് എന്ന് പറഞ്ഞ യൂണിയൻ ടെറിട്ടറിയിലാണ്. ഏറ്റവും സൗത്തിലെ പോയിന്റ് ഇന്ദിരാ പോയിന്റ് എവിടെ? ആൻഡമാൻ നിക്കോബാറിൽ. ഏത്? നമ്മള് ആൻഡമാൻ നിക്കോബാറിനെ കൺസിഡർ ചെയ്താൽ അവിടെ ഇന്ദിരാ പോയിന്റ് ആണ്. ആ സമയത്ത് സൗത്തിലെ മെയിൻലാൻഡ് കൺസിഡർ ചെയ്യുന്നെങ്കിൽ കന്യാകുമാരി, കേപ്പ് ഓഫ് കോമറിൻ കന്യാകുമാരി. ഏത് സംസ്ഥാനം? തമിഴ്നാട്ടില്. ഏറ്റവും ഈസ്റ്റിലുള്ളത് കിബിത്തു, അരുണാചൽ പ്രദേശ്. ഏറ്റവും വെസ്റ്റിലുള്ളത് ഗുഹാർമോത്തി, ഗുജറാത്ത്. ഓക്കെ, അതുകൂടെ മനസ്സിലേക്ക് ഉറപ്പിച്ചു വെച്ചേക്കുക. ഏതെല്ലാം? ഇന്ദിരാകോൾ, ലഡാക്ക്, കന്യാകുമാരി ഏറ്റവും താഴെ, ലെഫ്റ്റ് സൈഡില് കിബിത്തു, റൈറ്റ് സൈഡിൽ ഗുഹാർമോത്തി. വെസ്റ്റിൽ ഗുഹാർമോത്തി, ഈസ്റ്റിൽ കിബിത്തു, ഏറ്റവും മുകളിൽ ഇന്ദിരാകോൾ, ലഡാക്ക്, ഏറ്റവും സൗത്തില് കന്യാകുമാരി. അഥവാ നമ്മൾ ഇനി ആൻഡമാൻ നിക്കോബാറിനെ കൺസിഡർ ചെയ്യണമെങ്കിൽ ഇന്ദിരാ പോയിന്റ്, അല്ലെങ്കിൽ ഇന്ദിരാ പോയിന്റ് വേറൊരു പേരുണ്ട്, ചിലപ്പോൾ അത് ചോദിക്കാം, പിഗ്മാലിയോൺ പോയിന്റ്. ഏതാ? ഇന്ദിരാ പോയിന്റിന്റെ മറ്റൊരു പേരാണ്. ഈ ഇന്ദിരാ പോയിന്റിന്റെ മറ്റൊരു പേരാണ് പിഗ്മാലിയോൺ പോയിന്റ്. എഴുതിയെടുക്കുക, അങ്ങനെയും ചോദിക്കാം. അപ്പൊ അത് കാണേണ്ട പേടിക്കരുത്. ഇന്ദിരാ പോയിന്റിന്റെ മറ്റൊരു പേരാണെന്ന് ഓർത്തു വയ്ക്കാം. അത്രയും ആണ് നമുക്ക് എക്സ്ട്രീം പോയിന്റ്സിൽ പഠിക്കാനുള്ളത്. ഓക്കെ, ഇനി നമുക്ക് എന്താണുള്ളത്? ഇന്ത്യയുടെ കോസ്റ്റ് ലൈൻ, ഇന്ത്യയുടെ തീരപ്രദേശമുള്ള സംസ്ഥാനങ്ങൾ ഏതൊക്കെ? ഇന്ത്യക്ക് മൊത്തം 7516.6 കിലോമീറ്റർ കോസ്റ്റ് ലൈൻ ഉണ്ട്. 7516 ഏത് കൂട്ടുമ്പോ നമ്മള് 2094 കിലോമീറ്റർ ദ്വീപുകളുടെയാണ്. ഏത്? ലക്ഷദ്വീപിന്റെയും ആൻഡമാന്റെയും. അതല്ലാതെ മെയിൻ ആയിട്ടുള്ളത് ഈ കാണുന്ന ഏരിയ എത്രയുണ്ട്? 5422. സോ ഇന്ത്യയുടെ മെയിൻലാൻഡ് 5422ഉം ഇന്ത്യയുടെ ദ്വീപുകള് എത്രയാ? 2094 കിലോമീറ്ററും. രണ്ടും കൂടി കൂട്ടിയാൽ ഇന്ത്യ മൊത്തം എത്ര കിട്ടും? 7516 കിലോമീറ്റർ അല്ലേ. ഇത് എത്ര സംസ്ഥാനങ്ങള്? 9 സംസ്ഥാനങ്ങളും 4 യൂണിയൻ ടെറിട്ടറി. യൂണിയൻ ടെറിട്ടറി എന്ന് പറഞ്ഞാൽ കേന്ദ്രഭരണ പ്രദേശങ്ങളിലും 9 സംസ്ഥാനങ്ങളിലുമായിട്ടാണ് ഇത് കിടക്കുന്നത്. ഏതൊക്കെ സംസ്ഥാനങ്ങള്? ഗുജറാത്ത്, മഹാരാഷ്ട്ര, ഗോവ, കർണാടക, കേരള, തമിഴ്നാടു, ആന്ധ്ര, ഒഡീഷ, വെസ്റ്റ് ബംഗാൾ. നമുക്കൊരു കോഡിട്ട് പഠിക്കാം, പേടിക്കണ്ട. അതുപോലെ യൂണിയൻ ടെറിട്ടറീസ് ദാമൻ, ദിയു, പുതുച്ചേരി, ലക്ഷദ്വീപ്, ആൻഡമാൻ. അത്രയും കേന്ദ്രഭരണ പ്രദേശങ്ങൾ. ഓക്കെ, വെസ്റ്റില് ആൻഡമാൻ നിക്കോബാർ, വെസ്റ്റില് അറേബ്യൻ കടല്, അതുപോലെ ഈസ്റ്റില് ബേ ഓഫ് ബംഗാൾ ഉൾക്കടൽ. നിങ്ങൾക്ക് അറിയാവുന്നതാണ്. കേരളത്തിന്റെ ഭാഗത്ത് അറബിക്കടലാണ്. ബാക്കി കൊൽക്കത്ത, വെസ്റ്റ് ബംഗാൾ, അതുപോലെ ഒഡീഷ, തമിഴ്നാടുള്ള ഭാഗത്ത് ഏതാണ്? ബംഗാൾ ഉൾക്കടലാണ്. നിങ്ങൾക്ക് അറിയാം. നമുക്കിനി ഈ സംസ്ഥാനങ്ങളും യൂണിയൻ ടെറിട്ടറിയും ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. യൂണിയൻ ടെറിട്ടറി പഠിക്കുക. ദാമൻ, ദിയു, പുതുച്ചേരി, ലക്ഷദ്വീപും ആൻഡമാനും നിങ്ങൾക്ക് അറിയാലോ, ഓൾറെഡി വെള്ളത്തിലാണ്. സോ പുതുച്ചേരി നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ ഉണ്ടാവും. പുതുച്ചേരി തമിഴ്നാട്ടിലെ ബീച്ചുള്ള സ്ഥലമാണ്. അപ്പൊ നിങ്ങൾക്ക് ഐഡിയ ഉണ്ടാവും പുതുച്ചേരി അവിടെയാണെന്ന്. ദാമൻ, ദിയും കൂടെ ഓർത്തു വെക്കുക. ദാമൻ, ദിയു എവിടെയാ? ഗുജറാത്തിന്റെ ഈ ഭാഗത്താണ്. ദാദ്ര നഗർ ഹവേലി, ദാമൻ, ദിയു ഗുജറാത്തിലാണ്. അതവിടെ നിൽക്കട്ടെ. നമുക്ക് സംസ്ഥാനങ്ങൾ കാണാതെ പഠിക്കാൻ പറ്റുമെന്ന് നോക്കാം. സംസ്ഥാനങ്ങൾ ഇങ്ങനെ മനസ്സിൽ വെക്കാൻ നോക്കാം. ഓക്കെ, സോ ഇന്ത്യയുടെ കോസ്റ്റൽ സ്റ്റേറ്റ്സ് ആണ്. നമ്മൾ തീരപ്രദേശമുള്ള ഇന്ത്യയിലെ സംസ്ഥാനങ്ങളെ പഠിക്കാൻ പോവാ. ഒരു കോഡ് മനസ്സിലോർത്ത് വെക്കുക. മോഹൻദാസ് കരംചന്ദ് ഗാന്ധിജി. ഓക്കെ, മോഹൻദാസ് കരംചന്ദ് ഗാന്ധിജി കേരളത്തിൽ വന്നു. എങ്ങനെ? ബോട്ടിൽ. എങ്ങനെ വന്ന? ബോട്ടിൽ വന്നു. ഏതൊക്കെയാ? മോഹൻദാസ് കരംചന്ദ് ഗാന്ധിജി കേരളത്തിൽ വന്നു. എങ്ങനെ? ബോട്ടിൽ വന്നു. ഓക്കെ, സോ നമുക്ക് വെസ്റ്റിലുള്ളതും പഠിക്കാം, ഈസ്റ്റിലുള്ളതും പഠിക്കാം. വെസ്റ്റിലുള്ള ഏതൊക്കെയാ? മഹാരാഷ്ട്ര, കർണാടക, ഗുജറാത്ത്, ഗോവ, കേരള. 5 പേര് ഇവിടെ ഉണ്ട്. ഇവിടെ ബോട്ട് പഠിക്കുക. ബംഗാള്, ഒഡീഷ, ആന്ധ്ര, തമിഴ്നാടു. അപ്പൊ എന്താന്ന് വെച്ചാൽ മോഹൻദാസ് കരംചന്ദ് ഗാന്ധി. ഓക്കെ, ഗാന്ധിജി എന്ന് വെച്ചോ, കാര്യം ഗോവയുണ്ട്, ഗുജറാത്തും ഉണ്ട്. സോ മോഹൻദാസിന് മഹാരാഷ്ട്ര, കരംചന്ദിന് കർണാടക, ഗുജറാത്ത്. ഗാന്ധി എന്ന് പറഞ്ഞാൽ ഗുജറാത്ത്. ഗാന്ധിജി ഉള്ളതുകൊണ്ട് എന്താ നമ്മൾ ഗോവയും കൂടി കൺസിഡർ ചെയ്തു. എവിടെ വന്നു? കേരളത്തിൽ വന്നു. അപ്പൊ കേരളം കൂടി ഉണ്ട്. സോ മോഹൻദാസ് കരംചന്ദ് ഗാന്ധിജി കേരളത്തിൽ വന്നു. അപ്പോ വെസ്റ്റിലെല്ലാം കഴിഞ്ഞു. ഇനി നമുക്ക് ഈസ്റ്റിൽ എന്താ? ബോട്ട് എന്താ? ബംഗാള്, ഒഡീഷ, ആന്ധ്ര,
പിന്നെ തമിഴ്നാടു. സോ ഇത്രയുമാണ് എന്തിൽ വരിക? ഗുജറാത്ത്, മഹാരാഷ്ട്ര, ഗോവ, കർണാടക, കേരള. ഇനി ഇവിടെ നോക്കുമ്പോൾ ബംഗാള്, ഒഡീഷ, ആന്ധ്ര, തമിഴ്നാടു. ഇവിടെ ബോട്ടൊന്നും പഠിക്കുക. ഇവിടെ മോഹൻദാസ് കരംചന്ദ് ഗാന്ധിജി എവിടെ വന്നു? കേരളത്തിൽ വന്നു. എന്തില്? ബോട്ടില്. അപ്പൊ നിങ്ങളുടെ മനസ്സിലെന്താ? ഗാന്ധിജി കേരളത്തിൽ 3 വട്ടം വന്നിട്ടുണ്ടല്ലോ, അതിൽ ഒരെണ്ണം ബോട്ടിലാന്ന് വിചാരിക്കുക. സോ മോഹൻദാസ് കരംചന്ദ് ഗാന്ധി കേരളത്തിൽ വന്നു, ഗാന്ധിജി എന്ന് ഓർക്കുക. അപ്പൊ ഗോവയും കൂടെ കിട്ടും. ഗാന്ധിജി വന്നു കേരളത്തിൽ എന്തില്? ബോട്ടിൽ വന്നു. അത് ഓർത്തു വെച്ചാൽ ഈ ഒരു കോഡും നിങ്ങളുടെ മനസ്സിലിരിക്കും. ഇവിടെ തന്നെ നിങ്ങൾക്ക് ഒരു ചോദ്യം ചോദിക്കാം, ഇതിലെ ഏറ്റവും ലോങ്സ്റ്റ് ഉള്ളത് ആർക്കാണ്? ഈ ഒരു കോഡ് ഇട്ട് പഠിച്ചാലും ഇതിലെ ഏറ്റവും വലുതാന്ന് മനസ്സിലാവാൻ പാടല്ലേ? ഇതിപ്പോ ഏതൊക്കെയാണ് നമുക്ക് മനസ്സിൽ ഇരുന്നു? എന്റെ മനസ്സിൽ ഉറപ്പിച്ചു ഞാൻ. മോഹൻദാസ് കരംചന്ദ് ഗാന്ധിജി കേരളത്തിൽ വന്നു ബോട്ടിൽ. അപ്പൊ എനിക്ക് എല്ലാ 9 സംസ്ഥാനങ്ങളും കിട്ടി. ഓക്കെ, സെറ്റ്. അത് ഓക്കെ. ഇനി എനിക്ക് ഏറ്റവും വലുത് ഏതാണെന്ന് അറിയണം. ഏറ്റവും വലിയ ഒരു 4 പേരെങ്കിലും ഞാൻ ഒന്ന് പഠിച്ചു വെക്കണം. ഏറ്റവും വലിയ 4 പേരെങ്കിലും പഠിച്ചു വെക്കണം. ഇനി നമുക്ക് ഇന്ത്യയുടെ ചുറ്റുമുള്ള, ഇന്ത്യയുടെ തൊട്ടടുത്തുള്ള രാജ്യങ്ങൾ ആരൊക്കെയാണെന്ന് നോക്കാം. ഏതൊക്കെ രാജ്യങ്ങളാണുള്ള ഇന്ത്യയുമായിട്ട് അതിർത്തി പങ്കിടുന്നത്? ഒന്ന് പാകിസ്ഥാൻ, അടുത്തത് ചൈന, നേപ്പാള്, ഭൂട്ടാൻ, ബംഗ്ലാദേശ്, മ്യാൻമർ കുറച്ചുണ്ട്. പിന്നെ വെള്ളവുമായിട്ട്, ഇന്ത്യയുടെ വെള്ളമായിട്ടുള്ള അതിർത്തി, സമുദ്ര അതിർത്തി പങ്കിടുന്ന ആരൊക്കെയാ? ശ്രീലങ്ക, മാൽഡീവ്സ്. ഓക്കെ, ഇത്രയും സംസ്ഥാനങ്ങളുണ്ട്. അതിൽ തന്നെ ഏറ്റവും വലുത് ബംഗ്ലാദേശാണ്. ഇന്ത്യ ആൻഡ് ബംഗ്ലാദേശ് ഷെയർ 4096. അത് പഠിക്കേണ്ട ആവശ്യമില്ല. ഈ ബംഗ്ലാദേശിനാണ് ഏറ്റവും കൂടുതൽ. ഫസ്റ്റ് പൊസിഷൻ ബംഗ്ലാദേശിനാണ്. ദ സ്റ്റേറ്റ് ഷെയറിംഗ് ഹയർ ഏറ്റവും കൂടുതൽ ബൗണ്ടറി ഉള്ള സ്റ്റേറ്റ് ഏതാണ്? വെസ്റ്റ് ബംഗാളാണ്. ഏറ്റവും കൂടുതൽ ബൗണ്ടറി ഉള്ള സ്റ്റേറ്റ് പശ്ചിമ ബംഗാളാണ്. ഏറ്റവും കൂടുതൽ ബൗണ്ടറി ഉള്ള രാജ്യം, ഇന്ത്യക്ക് ബംഗ്ലാദേശായിട്ടാണ് ഏറ്റവും കൂടുതൽ ബൗണ്ടറി ഉള്ള രാജ്യം. ഇന്ത്യക്ക് ബൗണ്ടറി ഉള്ള രാജ്യങ്ങൾ, ഇന്ത്യക്ക് അതിർത്തിയുള്ള രാജ്യങ്ങളിൽ ഏറ്റവും വലിയ രാജ്യം ഏതാ? അത് ചൈനയാണ്. ഏറ്റവും ചെറിയ രാജ്യം ഭൂട്ടാനാണ്. ഏറ്റവും വലിയ രാജ്യം ചൈനയാണ്. ഏറ്റവും ചെറിയ രാജ്യം ഭൂട്ടാനാണ്. ഇന്ത്യക്ക് ഏറ്റവും കൂടുതൽ അതിർത്തിയുള്ള ആരുമായിട്ടാ? ബംഗ്ലാദേശുമായിട്ട്. ഇന്ത്യക്ക് ഏറ്റവും കൂടുതൽ വേറൊരു രാജ്യമായിട്ട് അതിർത്തിയുള്ള സംസ്ഥാനം ഏതാ? അത് വെസ്റ്റ് ബംഗാളാണ്. ഓക്കെ, സോ ഇവർക്ക് ബംഗ്ലാദേശ് കഴിഞ്ഞാൽ പിന്നെ ആരാ? നമുക്ക് നോക്കാം. ബംഗ്ലാദേശ് കഴിഞ്ഞാൽ ചൈന. രണ്ടാമത് ഇന്ത്യക്ക് കൂടുതൽ അതിർത്തിയുള്ളത് ചൈനയുമായിട്ട്. മൂന്നാമത് പാകിസ്ഥാൻ, നാലാമത് നേപ്പാള്, അഞ്ചാമത് മ്യാൻമർ, ഭൂട്ടാൻ, അഫ്ഗാനിസ്ഥാനുമായിട്ട് ഏറ്റവും ഷോർട്ടസ്റ്റ് ബൗണ്ടറിയും ബംഗ്ലാദേശായിട്ട് ഏറ്റവും ലോങ്സ്റ്റ് ബൗണ്ടറിയാണ്. ഓക്കെ, പിന്നെ സമുദ്രാതിർത്തിയിൽ പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല. കടലിന്റെ അതിർത്തിയിൽ പ്രത്യേകിച്ച് പറയാനില്ല. നമുക്ക് കൂടുതൽ കുറവൊന്നും പറയാൻ പറ്റില്ല. കടലല്ലേ, വെള്ളമല്ലേ, അതിർത്തി വരയ്ക്കാൻ പറ്റില്ല. സോ ഇതിനെ നമുക്കൊരു കോഡ് ഇട്ട് പഠിക്കാം. എങ്ങനെയാ ഇതിനും കോഡ് പഠിക്കുന്നത്? ഈ ക്ലാസ്സിലെ അവസാനത്തെ കോഡാണ്. ഇതാണ് ബച്പൻ. ബച്പൻ എന്ന് വെച്ചാൽ ഹിന്ദിയിൽ ചെറുപ്പം. ബച്പൻ MBA. ചെറുപ്പത്തിൽ MBA എടുത്തു ഓർത്തു വയ്ക്കുക. ബച്പൻ എന്താ? MBA. ബംഗ്ലാദേശ്, ചൈന, പാകിസ്ഥാൻ, നേപ്പാൾ. ബച്പൻ. MBA എന്താ? മ്യാൻമർ, ഭൂട്ടാൻ, നേപ്പാൾ. മ്യാൻമർ, ഭൂട്ടാൻ, അഫ്ഗാനിസ്ഥാൻ. സോ ബച്പൻ MBA. ബംഗ്ലാദേശ്, ചൈന, പാകിസ്ഥാൻ, നേപ്പാൾ. MBA മ്യാൻമർ, ഭൂട്ടാൻ, അഫ്ഗാനിസ്ഥാൻ. എളുപ്പത്തിൽ പഠിച്ചു വയ്ക്കാം. ബച്പൻ MBA എന്നൂടെ പഠിച്ചു വയ്ക്കാം. അതിൽ തന്നെ സംസ്ഥാനങ്ങളുടെ ലിസ്റ്റ് ഞാൻ കൊടുത്തിട്ടുണ്ട്. അത് പഠിക്കണമെന്ന് ആഗ്രഹമുള്ളവർക്ക്, ഒരു പടി മുകളിൽ പഠിക്കണമെന്ന് ആഗ്രഹമുള്ളവർക്ക് സംസ്ഥാനങ്ങളും പഠിക്കാം. ഒരു പടി മുകളിലേക്ക് പഠിക്കാൻ ആഗ്രഹമുള്ളവർക്ക് സംസ്ഥാനങ്ങളും പഠിക്കാം. ബംഗ്ലാദേശിന് 5 സംസ്ഥാനം, ചൈനയ്ക്ക് 5 സംസ്ഥാനം, പാകിസ്ഥാൻ 5 സംസ്ഥാനം, നേപ്പാളിന് 5 സംസ്ഥാനം, മ്യാൻമറിന് 4 സംസ്ഥാനം, ഭൂട്ടാന് 4 സംസ്ഥാനം, അഫ്ഗാനിസ്ഥാൻ 1 സംസ്ഥാനം. പൊതുവെ ഇവിടെ ചോദിക്കാറെന്താ? ഏറ്റവും കൂടുതൽ സംസ്ഥാനമായിട്ട് അതിർത്തി പങ്കിടുന്ന ബംഗ്ലാദേശും ചൈനയും നേപ്പാളും 5 സംസ്ഥാനങ്ങളായിട്ട് അതിർത്തി പങ്കിടുന്നുണ്ട്. സോ 3 എണ്ണവും 5 ആയിട്ട് പങ്കിടുമ്പോൾ ചോദിക്കാൻ സാധ്യത കുറവാണ്. ആ സമയത്ത് ഒരാളായിട്ട് മാത്രം അതിർത്തി പങ്കിടുന്ന അഫ്ഗാനിസ്ഥാൻ, അതൊരു വ്യത്യസ്തമായിട്ടുള്ള ഒരു കാര്യമല്ലേ? അത് ചോദിക്കാൻ സാധ്യതയുണ്ട്. അഫ്ഗാനിസ്ഥാൻ JNK ലഡാക്കുമായിട്ട്, POK, ലഡാക്ക്, ജമ്മു കാശ്മീർ, ആ ഏരിയയുമായിട്ട് മാത്രമേ എന്ത് പങ്കിടുന്നുള്ളൂ? POK. അത് ഇന്ത്യയുടെ കയ്യിലല്ല, ഇപ്പോ പാകിസ്ഥാന്റെ കയ്യിലാണ്. പാകിസ്ഥാൻ ഒക്യുപ്പൈഡ് കാശ്മീർ നമ്മൾ പറയാറ്, അവരുടെ കയ്യിലാണ്. സോ അഫ്ഗാനിസ്ഥാൻ ഒരു രാജ്യമായിട്ട് ബന്ധമുള്ളൂ, ഏറ്റവും ചെറിയ രാജ്യവുമാണ്. സോ ഞാൻ എന്ത് പഠിച്ചു? ബച്പൻ MBA എന്ന് പഠിച്ചു വെച്ചാൽ ഈ ഓർഡർ എനിക്കങ്ങ് കിട്ടും. ഓക്കെ, സംസ്ഥാനങ്ങൾ പഠിക്കാൻ താല്പര്യമുള്ള സംസ്ഥാനങ്ങൾ പഠിക്കാം. നമ്മൾ കൂടുതൽ സംസ്ഥാനങ്ങളെ പറ്റി പറയുമ്പോൾ നിങ്ങൾക്ക് ഇതെല്ലാം മനസ്സിലിരുന്നോളും, കാണാതെ പഠിക്കേണ്ട വരില്ല. പക്ഷെ ഇതൊന്ന് പഠിച്ചു വയ്ക്കുക. ഈ ഓർഡർ എന്തായാലും കാണാതെ പഠിക്കണം. ഇത് നമ്മൾ ഓരോ സംസ്ഥാനങ്ങളെ പറ്റി പഠിക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഇരിക്കും ഇതിന്റെ സ്ഥലം. നമുക്ക് ഈ മാപ്പ് മനസ്സിലേക്ക് ഇരിക്കും. നമുക്ക് അത് കാണാതെ പഠിക്കേണ്ട വരില്ല. പക്ഷെ ഇത് കാണാതെ പഠിക്കേണ്ട വരും. നമ്മൾ നേരത്തെ പറഞ്ഞ ചോദ്യങ്ങൾ ഓരോന്നോരോന്നായിട്ട് നോക്കാം. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ എന്തെല്ലാം പറഞ്ഞു? നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ലാറ്റിറ്റ്യൂഡ് പറഞ്ഞു, ലോഞ്ചിറ്റ്യൂഡ് പറഞ്ഞു, ഇന്ത്യയിലൂടെ കടന്നു പോകുന്നത് ടോപ്പിക് ഓഫ് ക്യാൻസർ ആണെന്ന് പറഞ്ഞു. ടോപ്പിക് ഓഫ് ക്യാൻസർ കടന്നു പോകുന്ന സംസ്ഥാനങ്ങൾ നമ്മൾ രഘുമച്ച പമിത്രി എന്ന് പറഞ്ഞ് പഠിച്ചു വെച്ചു. അതിനുശേഷം നമ്മൾ കോസ്റ്റ് ലൈൻ പഠിച്ചു. ഇന്ത്യയുടെ കോസ്റ്റ് ലൈൻ ഏതൊക്കെ സംസ്ഥാനങ്ങളിലാണ് ഉള്ളത്, അതിൽ ഏറ്റവും വലിയ തീരപ്രദേശമുള്ള സംസ്ഥാനങ്ങൾ ഏതൊക്കെ, അതിന്റെ 5 സംസ്ഥാനങ്ങൾ കോട്ടിട്ട് പഠിച്ചു. മോഹൻദാസ് കരംചന്ദ് ഗാന്ധിജി കേരളത്തിൽ ബോട്ടിൽ വന്നു എന്ന് പഠിച്ചു. പിന്നെ ഇന്ത്യയുടെ നോർത്തേൺ മോസ്റ്റ് പോയിന്റ് ഏതാണ്?
ഇന്ദിര പോയിന്റ് ആണ്. ഇന്ദിര കോൾ നോർത്തേൺ മോസ്റ്റ് പോയിന്റ്, ആൻഡമാൻ നിക്കോബാറിലുള്ള സദേൺ മോസ്റ്റ് പോയിന്റ് ഇന്ദിര പോയിന്റ് അല്ലെങ്കിൽ പിഗ്മാലിയൻ പോയിന്റ്. ഇന്ത്യയുടെ ഏറ്റവും സദേൺ മോസ്റ്റ് മെയിൻലാൻഡിലുള്ള പോയിന്റ് ഏതാ പറ? ഇന്ത്യയുടെ ഏറ്റവും സദേൺ മോസ്റ്റ് മെയിൻലാൻഡിലുള്ള പോയിന്റ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കന്യാകുമാരി. വെസ്റ്റേൺ മോസ്റ്റ് പോയിന്റ് ഗുജറാത്തിലെ ഗുഹാർ മോത്തി. ഈസ്റ്റേൺ മോസ്റ്റ് പോയിന്റ് കിബിത്തു അരുണാചൽ പ്രദേശ്. ഇത്രയും കാര്യങ്ങൾ പഠിച്ചു. അവസാനം ബച്പൻ MBA എന്ന് പറഞ്ഞിട്ട് ബംഗ്ലാദേശ്, ചൈന, പാകിസ്ഥാൻ, നേപ്പാള്, മ്യാൻമർ, അതുപോലെ ഭൂട്ടാൻ, അഫ്ഗാനിസ്ഥാൻ, ഇത്രയും സംസ്ഥാനങ്ങളുടെ ഓർഡറും പഠിച്ചു വെച്ചു. ഇത്ര രാജ്യങ്ങളുടെ ഇന്ത്യ അതിർത്തി പങ്കെടുക്കുന്ന ഓർഡറും പഠിച്ചു വെച്ചു. ഇത്രയും കാര്യം പഠിച്ചു. ഇന്ത്യയുടെ ബേസിക് ഫാക്ടുകൾ പഠിച്ചു. ഇനി ഇത് വെച്ചുള്ള ചോദ്യങ്ങൾ ചെയ്ത് നോക്കാം. ഇന്ത്യ ഈസ് കംപ്ലീറ്റ്ലി ലൊക്കേറ്റഡ് ഇൻ വിച്ച് പാർട്ട് ഓഫ് ദ എർത്ത്? ഇന്ത്യയിൽ എർത്തിലെ ഏത് പാർട്ടിലാണ് ഇന്ത്യ ഉള്ളത്? നമ്മൾ പറഞ്ഞു നോർത്ത് സൗത്ത് ഉണ്ട്. നമ്മൾ പറഞ്ഞു 8 ഡിഗ്രി നോർത്ത് മുതൽ 37 ഡിഗ്രി സൗത്ത് വരെയാണ് നോർത്ത് വരെയാണ് ഇന്ത്യ ഉള്ളത് അല്ലെ? അതിന്റെ ഇടയിൽ ഉത്തരായന രേഖയിലൂടെ കടന്നു പോകുന്നുണ്ട്. അപ്പൊ ഇന്ത്യ മൊത്തത്തിൽ എവിടെയാ? സൗത്തിലാണോ നോർത്തിലാണോ? നോർത്തിലാണ് കടന്നു പോകുന്നത്. സോ നോർത്തില്. ഇനി നമ്മൾ ഇവിടെ ഈ ഭാഗം എന്താ പറഞ്ഞ? ഈസ്റ്റില്. ഇന്ത്യയുടെ വീതി ഇവിടുന്ന് ഈസ്റ്റിൽ നിന്ന് ഈസ്റ്റിലേക്കാണെന്ന് പറഞ്ഞു. സോ ഇന്ത്യ ഏതിലുള്ള? നോർത്തേൺ ഈസ്റ്റേണിലുള്ള. ഇന്ത്യ നോർത്തില് ഈസ്റ്റിലുള്ള. ഓക്കെ, ഇന്ത്യ നോർത്തില് ഈസ്റ്റിലുള്ള. നോർത്ത് ലാറ്റിറ്റ്യൂഡിലും ഈസ്റ്റ് ലോഞ്ചിറ്റ്യൂഡിലുമാണ് ഇന്ത്യ നിൽക്കുന്നത്. ഡാഷ് ഡിവൈഡ്സ് ഇന്ത്യ ഇൻടു ഓൾമോസ്റ്റ് 2 പാർട്സ്. ഇന്ത്യയിലൂടെ ആകെ പോകുന്ന ഒരു രേഖയുള്ളൂ. ഞാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് ട്രയാങ്കിൾ ആയിട്ട് വരയ്ക്കാട്ടോ. ഇന്ത്യയിലൂടെ ആകെ പോകുന്ന ഒരു രേഖയുള്ളൂ. ആ രേഖ ഏതാണ്? ട്രോപ്പിക് ഓഫ് ക്യാൻസർ അല്ലെങ്കിൽ ഉത്തരായന രേഖ. അതൊന്ന് ആൻസറിൽ ഇടുക. പ്രൈം മെറിഡിയൻ, ട്രോപ്പിക് ഓഫ് കാപ്രിക്കോൺ, ഇക്വേറ്റർ, ഇത് മൂന്നും ഇന്ത്യയിലൂടെ പാസ് ചെയ്യുന്നില്ല. നമ്മൾ പറഞ്ഞു ഇന്ത്യയിലൂടെ പോകുന്ന ഒരേ ഒരു രേഖയുള്ളൂ. നമ്മൾ ഫസ്റ്റ് മാപ്പ് വെച്ച് പറഞ്ഞതാണ് ട്രോപ്പിക് ഓഫ് ക്യാൻസർ. ഗ്രൂപ്പ് ഡിക്ക് ചോദിച്ചൊരു ചോദ്യമാണ്. എളുപ്പത്തിൽ ആൻസർ ചെയ്യാൻ പറ്റില്ലേ? പ്രത്യേകിച്ച് കാണാതെ പഠിക്കാനുണ്ടോ? ഇല്ല. മനസ്സിലാക്കുക, ഇതൊക്കെ മനസ്സിലേക്ക് കൊണ്ടുവരിക. NCERT-യിലുള്ള കാര്യങ്ങളാണ്. അടുത്തത് സദേൺ മോസ്റ്റ് ടിപ്പ് ഓഫ് പെനിൻസുല. നിങ്ങൾക്ക് ഇപ്പൊ എല്ലാവർക്കും അറിയായിരിക്കും. പെനിൻസുലാർ ഇന്ത്യയുടെ സദേൺ മോസ്റ്റ് ടിപ്പ് ഏതാണ്? ഇന്ദിര പോയിന്റ് ആണോ? അല്ല, അത് ആൻഡമാൻ നിക്കോബാറിലാണ്. പെനിൻസുലാർ ഇന്ത്യ എന്ന് പറഞ്ഞാൽ പെനിൻസുല എന്താണെന്ന് ഇപ്പൊ നിങ്ങൾക്ക് ചിലപ്പോൾ അറിയണ്ടാവില്ല. പെനിൻസുല എന്താണെന്ന് നിങ്ങൾ ഫിസിക്കൽ ജോഗ്രഫി പഠിക്കുമ്പോൾ മനസ്സിലാവും. പെനിൻസുല എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ മെയിൻ ലാൻഡിനെ വിളിക്കുന്ന പേരാണ് പെനിൻസുല. ഇന്ത്യയുടെ മെയിൻ ലാൻഡിനെ വിളിക്കുന്ന പേരാണ്. വെള്ളം ചുറ്റിക്കിടക്കുന്ന ലാൻഡിനെ വിളിക്കുന്ന പേരാണ്. ഇവിടെ ഫുള്ള് വെള്ളമല്ലേ? അറബിക്കടലല്ലേ? അതിന്റെ പേരാണ് ഈ പെനിൻസുല. സോ പെനിൻസുല അല്ലെങ്കിൽ മെയിൻ ലാൻഡിന്റെ ഏറ്റവും സദേൺ മോസ്റ്റ് ടിപ്പ് ഏതാണ്? കന്യാകുമാരിയാണ്. ഇന്ദിര പോയിന്റ് അല്ല, പാക് സ്ട്രൈറ്റ് അല്ല. പക്ഷേ കന്യാകുമാരിയുടെ മറ്റൊരു പേരായിട്ടുള്ള കേപ്പ് കോമോറിനും ഇവിടെ എഴുതിയിട്ടുണ്ട്. സോ ഈ ക്വസ്റ്റ്യന് കണക്ക് കൂട്ടി വരുമ്പോൾ 2 ആൻസർ ഉണ്ടാവും. കന്യാകുമാരിയും ശരിയാണ്, കേപ്പ് കോമോറും ശരിയാണ്. ഗ്രൂപ്പ് ഡിക്ക് ചോദിച്ച സെയിം ക്വസ്റ്റ്യൻ ആണ്. അതുകൊണ്ട് ഈ ക്വസ്റ്റ്യൻ എന്ത് ചെയ്തു? RRB ക്യാൻസൽ ചെയ്തു. 2 ക്വസ്റ്റ്യനും സെയിം ആൻസർ വരും. സോ നിങ്ങൾ കുറെ ക്വസ്റ്റ്യൻസ് കാണുമ്പോൾ ചിലപ്പോൾ 2 ക്വസ്റ്റ്യനും സെയിം ആൻസർ വരും. കന്യാകുമാരിയുടെ ഇംഗ്ലീഷ് പേരാണെന്ത്? കേപ്പ് കോമറിൻ. ഓക്കെ, നിങ്ങൾ പേടിക്കേണ്ട, 2 ആൻസർ ഉണ്ട്. ഇങ്ങനെയും ആൻസേഴ്സ് വരാന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഈ ചോദ്യം ഇവിടെ ഇട്ടത്. 2 ആൻസറോട് വരാം, കാര്യമാക്കണ്ട. ഓക്കെ, നമുക്കറിയാം കന്യാകുമാരിയാണ്, നമുക്കറിയാം എന്താണ് കേപ്പ് കോമോറിനാണ്. സോ ഇനി ഇംഗ്ലീഷ് പേരൂടെ പഠിച്ചു വെക്കുക, എന്നാലേ ഈ ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. ഈ ക്വസ്റ്റ്യൻ ആൻസർ നിങ്ങൾക്ക് അതുകൊണ്ട് ബുദ്ധിമുട്ട് വരില്ല, എന്നാലും ഇങ്ങനെയും സംഭവിക്കാം എന്ന് ഓർത്ത് വെക്കുക. അടുത്തത് അപ്രോക്സിമേറ്റ് ലോഡ് ലെങ്ത് ഓഫ് കോസ്റ്റ് ലൈൻ ഓഫ് ഇന്ത്യ ഇൻക്ലൂഡിംഗ് കോസ്റ്റ് ലൈൻ ഓഫ് ലക്ഷദ്വീപ് ആൻഡ് ആൻഡമാൻ. ലക്ഷദ്വീപും ആൻഡമാനും കൂടി കൂട്ടിയാൽ ഇന്ത്യക്ക് 7516.6 കിലോമീറ്റർ ആണ് നമ്മൾ പഠിച്ചു. ഓക്കെ, അല്ലെങ്കിൽ 5000 സംതിങ് ആണ്. നമുക്കിത് നമ്മളിവിടെ പഠിച്ചു വെച്ചതാണ്. ആൻഡമാൻ നിക്കോബാറും ലക്ഷദ്വീപും കൂടെ കൂട്ടിച്ചേർന്നാൽ ഇത്രയാണ് നമ്മൾ പഠിച്ചാണ്. ചോദ്യം നേരിട്ട് ചോദിച്ചു, അതിന് ആൻസർ നമുക്കറിയാം. ഇത്രയേ ഉള്ളൂ. ഓക്കെ, അടുത്തത് ലാർജസ്റ്റ് ഇന്റർനാഷണൽ ബൗണ്ടറി ഉള്ള ആരായിട്ടാണ്? നമുക്കറിയാം ബച്പൻ MBA. ഇതിൽ 1ാം സ്ഥാനം ബംഗ്ലാദേശിനാണ്. സോ ബംഗ്ലാദേശ്. വേറെ അവിടെ ഡൗട്ടിന് വകുപ്പേ ഇല്ല. കാര്യം എന്താ? ഓടിട്ട് പഠിച്ചതാ, ഇനി കൂടുതൽ ചോദിക്കാനില്ല. അടുത്തത് ഹൗ മെനി ഇന്ത്യൻ സ്റ്റേറ്റ് ആൻഡ് യൂണിയൻ സിറ്റുവേറ്റഡ് ഇൻ ഇന്ത്യൻ കോസ്റ്റ് ലൈൻ? നമുക്കറിയാം 9ഉം 4ഉം ആണ്. നമ്മൾ 9 പേരുടെ പേര് പഠിച്ചു വെച്ചത്. നമ്മളോട് ഈ ചോദ്യം നമുക്ക് എളുപ്പമുള്ള ചോദ്യമല്ലേ? നമ്മൾ എല്ലാവരുടെയും പേര് പഠിച്ചു വെച്ചേക്കല്ലേ? MK ഗാന്ധിജി, മോഹൻദാസ് കരംചന്ദ് ഗാന്ധിജി എന്ത് ചെയ്തു? കേരളത്തിൽ വന്നു ബോട്ടിൽ. നമുക്ക് എല്ലാവരുടെ ഈ 9 പേരുടെ പേര് വരെ പഠിച്ചു വെച്ചിട്ടുണ്ട് നമ്മൾ. പിന്നെ 4 UTs നമുക്കറിയാം, ദാമാൻ ദിയു, പിന്നെ ഏതാ? പുതുച്ചേരി, ലക്ഷദ്വീപ്, ആൻഡമാൻ നിക്കോബാർ. നമുക്ക് എല്ലാവരുടെയും പേരറിയാൻ നമ്മളോട് ഈ ചോദ്യം ചോദിക്കേണ്ട കാര്യമുണ്ടോ? ഇല്ല, നമുക്ക് അത്ര എളുപ്പമാണ്. സോ ഇങ്ങനത്തെ ചോദ്യങ്ങളും ചോദിക്കുന്നത് NTPCക്ക് ചോദിച്ച ചോദ്യം, ഗ്രൂപ്പ് ഡിയുടെ മുകളിലുള്ള ചോദ്യം. ഓക്കെ, അടുത്തത് ട്രോപ്പിക് ഓഫ് ക്യാൻസർ ഡസ് നോട്ട് പാസ് ത്രൂ. ഇതിന്റെ നമുക്കറിയാം എന്ത്? രഘു മ ച ജ പമിത്രി. ഓക്കെ, ഇതില് ജാർഖണ്ഡ് ഉണ്ട്, ഗുജറാത്ത് ഉണ്ട്,
മധ്യപ്രദേശ് ഉണ്ട്. ആരാ ഇല്ലാത്ത? നാഗാലാൻഡ് ഇല്ല. സോ നോട്ട് പാസ് ത്രൂ വെച്ചാൽ നാഗാലാൻഡ്. ഇതിനാണ് ഈ കോഡ് ഉപകാരപ്പെടുന്നത്. ഓക്കെ, ഈ കോഡ് ഉപകാരപ്പെടുന്നത് എവിടെയാ? നാഗാലാൻഡ് എന്നുള്ള ആൻസർ കൊടുക്കാൻ വേണ്ടി ഈ കോഡ് ഉപകാരപ്പെടും. സോ ഇങ്ങനെ കോഡ് പഠിച്ചു വെച്ചാൽ ഇതും എളുപ്പമായിരിക്കും. സോ ഇത്രയും കോഡുകൾ ഇട്ട് നമ്മൾ ഇതെല്ലാം പഠിച്ചു, കുറെ കാര്യങ്ങളോട് പറഞ്ഞു, നിങ്ങൾക്ക് എല്ലാം ഇത് മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കുന്നു. സോ ഇങ്ങനെയാണ് നമ്മൾ ക്ലാസ്സുകൾ പോകുന്നുണ്ടാവുക. നമ്മൾ ജോഗ്രഫീന്റെ മാക്സിമം കോഡുകളും മാക്സിമം ആപ്പുകളും മാക്സിമം ഇമേജുകളും ഇട്ടിട്ടാണ് നിങ്ങൾ പഠിപ്പിക്കുക. അല്ലെങ്കിൽ ഇപ്പൊ ഞാൻ എത്ര വരച്ച് കാണിച്ചാലും നിങ്ങൾക്ക് അത് റിലേറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. സോ മാക്സിമം ഇമേജുകൾ ഉൾപ്പെടുത്താം, മാക്സിമം മാപ്പുകൾ ഉൾപ്പെടുത്താം. ഇങ്ങനെയായിരിക്കും നമ്മുടെ ക്ലാസ്സുകൾ പ്ലാൻ ചെയ്യാം. സോ ഇതുപോലെയുള്ള ക്ലാസ്സുകൾ കാണാൻ താല്പര്യമുണ്ടെങ്കിൽ, ഇത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെങ്കിൽ നമ്മുടെ കോഴ്സിന്റെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ടാവും. അതിന്റെ ബ്രോഷർ നിങ്ങൾക്ക് കാണാം. നിങ്ങൾക്ക് കോഴ്സിൽ ജോയിൻ ചെയ്യാം. ഈ 2 ആഴ്ചത്തെ ക്ലാസ്സുകൾ കണ്ടിട്ട് നിങ്ങൾ ഒരു തീരുമാനം എടുക്കുക. കണ്ടതിന് ശേഷം മാത്രം തീരുമാനിച്ചാൽ മതി. കണ്ട് വിലയിരുത്തുക, എന്നിട്ട് മാത്രം തീരുമാനം എടുത്താൽ മതി. ഇങ്ങനെയായിരിക്കും നമ്മൾ പഠിക്കുക, ഇങ്ങനെ നമ്മുടെ പ്ലാൻ പോവുക. നിങ്ങൾ രാവിലെ തൊട്ട് മുന്നേ നമ്മുടെ ഓറിയന്റേഷൻ വന്നിട്ടുണ്ട്. ഓറിയന്റേഷൻ കണ്ടിട്ട് തന്നെ ക്ലാസ്സുകൾ കാണാം കേട്ടോ. സോ ഈ ഒരു രീതിയിലായിരിക്കും പോവുക. എല്ലാവർക്കും എന്റെ ബെസ്റ്റ് ഓഫ് ലക്ക്. താങ്ക് യു.